നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അനിമേഷൻസ് ആണ്. അനിമേഷൻസ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ആയാലും വെബ് ആപ്ലിക്കേഷൻ ആയാലും. അത് നമ്മളുടെ യൂസർ എക്സ്പീരിയൻസിനെ ഒരു ലെവൽ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആ ഒരു ബോറിങ് ലുക്ക് ആൻഡ് ഫീലൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ലുക്കും അതല്ലെങ്കിൽ എൻഗേജിങ് യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അനിമേഷൻസ് ഹെൽപ്പ് ചെയ്യും. ഫ്ലട്ടർ ഷിപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ അതിനകത്തൊരു പവർഫുൾ ആയിട്ടുള്ള അനിമേഷൻ ഫ്രെയിംവർക്കോട് കൂടിയാണ് വരുന്നത്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആപ്പിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് രീതിയിൽ അനിമേഷൻസ് കൊണ്ടുവരാൻ കഴിയും. ഇന്ന് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് യു ക്യാൻ ഡു ദാറ്റ് അനിമേഷൻസ് ഇൻ യുവർ ഫ്ലട്ടർ ആപ്പ്. ഓക്കെ, സോ അതിനു മുമ്പേ അനിമേഷൻസ് നമുക്കറിയാം എന്തിനായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, യൂസർ എക്സ്പീരിയൻസ് കൂട്ടാൻ അല്ലെങ്കിൽ വിഷ്വൽ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, അതല്ലെങ്കിൽ നമ്മളൊരു ലിസ്റ്റിൽ ഹോവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് അനിമേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഏത് ഐറ്റത്തിലാണ് നിൽക്കുന്നത് അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് അനിമേറ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അനിമേഷൻസ് കൊടുക്കുന്നത്. ദെൻ there are different ways you can do animations in Flutter. ലൈക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഫ്ലട്ടറിനകത്ത് മെയിനായിട്ട് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഫ്ലട്ടറിൽ അനിമേഷൻസ് അവൈലബിൾ ആണ്. വൺ ഈസ് കോൾഡ് ഇംപ്ലിസിറ്റ് അനിമേഷൻസ്. Then you can have explicit animations. Okay, these are the two ways you can do some animations. So implicit animations എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു എങ്ങനെ ഇപ്പോൾ ഇത് പറയാം, അതായത് ദർ ആർ സം വിഡ്ജറ്റ്സ് ദാറ്റ് ഓൾറെഡി ഹാവ് ദിസ് അനിമേറ്റഡ് വിഡ്ജറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ നമ്മൾ കണ്ടെയ്നർ ഉപയോഗിക്കും, അതിന് പകരം നിങ്ങൾക്ക് അനിമേറ്റഡ് കണ്ടെയ്നർ ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ചില പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അതിനകത്തേക്ക് ആ ഒരു കേസിൽ നിങ്ങൾക്ക് അനിമേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഇംപ്ലിസിറ്റ് അനിമേഷൻസ് എന്ന് പറയുന്നത് വെരി ഈസി ടു ഇംപ്ലിമെൻ്റ് ആണ്. അതിനകത്ത് ഒരുപാട് കോഡൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദർ ആർ സം ബിൽറ്റ് ഇൻ അനിമേറ്റഡ് വേർഷൻ ഓഫ് വിഡ്ജറ്റ്സ്. എല്ലാതൊന്നുമില്ല, അതായത് എല്ലാ വിഡ്ജറ്റുകളുടെയും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അനിമേറ്റഡ് വേർഷൻ ഇല്ല. ബട്ട് ദർ ആർ എ ഫ്യൂ വിഡ്ജറ്റ്സ്, അനിമേറ്റഡ് വേർഷൻ ഓഫ് വിഡ്ജറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അനിമേറ്റഡ് കണ്ടെയ്നർ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പലതരത്തിലുള്ള വിഡ്ജറ്റ്സ് ഫ്ലട്ടറിനകത്ത് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമേഷൻസ് കൊണ്ടുവരാൻ കഴിയും. പിന്നുള്ളത് എക്സ്പ്ലിസിറ്റ് അനിമേഷൻസ് ആണ്. ദീസ് ആർ നമുക്ക് ഇതിലും കോംപ്ലക്സ് ആയിട്ടുള്ള അനിമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലിസിറ്റ് അനിമേഷൻസ് കൊണ്ടുവരാം. ആൻഡ് ദീസ് ആർ ക്രിയേറ്റഡ് യൂസിങ് അനിമേഷൻ കൺട്രോളേഴ്സ് എഴുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അതും അനിമേഷൻ വിഡ്ജറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്പ്ലിസിറ്റ് അനിമേഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതല്ലെങ്കിൽ കസ്റ്റം പ്രിസൈസ് നിങ്ങൾക്ക് അനിമേഷൻസ് കൊണ്ടുവരാം. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു റൈറ്റ് സം കോഡ്. അതായത് നമ്മൾ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോഡ് എഴുതണം. പിന്നുള്ളത് ഹീറോ അനിമേഷൻസ് ഉണ്ട്. ഹീറോ അനിമേഷൻസ് എന്ന് പറയുന്നത് ട്രാൻസിഷൻസ് ആണ്. ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഉണ്ട്, ഒരു ലിസ്റ്റിൽ ഒരു ഇമേജിൽ തൊട്ടാൽ നിങ്ങൾക്ക് ഒരു എക്സ്പാൻഡഡ് ആ ലിസ്റ്റിന്റെ ഡീറ്റെയിൽ, ആ ഒരു ഐറ്റത്തിന്റെ ഡീറ്റെയിൽ പേജിലേക്ക് പോകണം. അപ്പോൾ അത് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ക്വിക്ക് ആയിട്ടുള്ള ട്രാൻസിഷൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം എന്ത് ചെയ്യണം, ആ ഇമേജ് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന രീതിയിൽ പോയി അപ്പുറത്തെ സ്ക്രീനിലേക്ക് വരണം. അങ്ങനത്തെ അനിമേഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ട്രാൻസിഷൻ ബിറ്റ്വീൻ ടു സ്ക്രീൻസ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറോ അനിമേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് വേസ് വി ക്യാൻ animate or bring animations in Flutter. One is called implicit animations and other one is explicit animations. Okay, അപ്പോൾ അതിൽ നമ്മൾ ഇനീഷ്യലി നോക്കാൻ പോകുന്ന ഇംപ്ലിസിറ്റ് അനിമേഷൻസ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമേറ്റഡ് വിഡ്ജറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമേഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, this is what we are going to build in this video. We have a home page, and in that home page we have a heading, then we have some list of activities. Let me reboot this thing, and you can see the title is animated and all the list items are animated. And if you click here, you will move into another page, a detail page, and here you can see a hero animation. You can see that hero animation here, and we will check how to do that. Then inside this thing I have a like button here. If you click the like button, you can see that heart is pulsating and the color is changing. Okay, these are the things we are going to cover in this video, and we have used different animations, implicit animations, explicit animations, and we used tweens,
and there are a lot of things, and let's do some coding and keep writing with me. Okay, then you will get a better understanding of animations in Flutter. Okay, let's begin. ഓക്കെ, ഞാനൊരു പുതിയ ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സി നമുക്ക് കുറച്ച് ഫയൽസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. സി ലെറ്റ് മീ ഫസ്റ്റ് ഡിവൈഡ് ദിസ് ഇൻ ടു സം ഫോൾഡേഴ്സ്. ദിസ് ഇസ് കോൾഡ് മോഡൽസ്. Okay, then I need a folder called screens. Okay, and let me make this to dark mode. Okay, file settings, then the appearance, then this is dark. Okay, so right click, new directory called screens. Okay, then I need something called widgets, like I need widgets folder. Okay, let's create the model first. I need to create a model called activity model. Okay, so let me create a class. I can have a class called activity, and activity or activity or activity title or name, and you have a description. Then you can have something called an image. Then you can have the price of that activity. Okay, this is what we need to create. Actually, we are going to create something called an app that lists activity that users can, അതല്ലെങ്കിൽ visitors can engage in a particular location. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു സിമ്പിൾ ആപ്പ്. ദെൻ നമ്മൾ ബാക്ക് എൻഡ് അങ്ങനത്തെ ഒന്നും കണക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ ആക്ടിവിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നു. അനിമേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്, അപ്പോൾ അതെങ്ങനെയാണ് അനിമേറ്റ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ ക്രിയേറ്റ് ദാറ്റ് ക്ലാസ്. Okay, this is a class. I already created a class called activity. It has a name, the location, and the image URL, then the price. Okay, and this is a class. Okay, then I need to create a folder called assets, directory called assets. Okay, then inside this asset, create a directory called img. Okay, and go to PubSpec, mark that in your pubspec.yaml file. Okay, come here, then remove that comments. Okay, and place it tab. Okay, then our folder is assets/img. Okay, and this is where all the images resides. Okay, നമ്മൾ ഇതിനകത്ത് ബാക്ക് എൻഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഡയറക്ടർ ഇമേജ് ഇവിടെ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗോ ആൻഡ് pub get this. ഇനി നമുക്ക് കുറച്ച് ഇമേജസ് വേണം. ലെറ്റ് മീ ടേക്ക് സം ഇമേജസ്. ഓക്കെ, ഞാൻ കുറച്ച് ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്, 4 ഇമേജസ്. നമുക്കത് മതി, 4 മതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, ലെറ്റ്സ് ക്രിയേറ്റ് ദ സ്ക്രീൻസ്. ഓക്കെ, ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ dot file that is called home page. Okay, and this is a stateless widget, so import material. Then I need we create a stateless widget that is called home page. Okay, and this is going to return a scaffold. Okay, and let's rewrite the main.dot, and I don't need all these things, and let's remove that. Then come here and call, and let's remove all these comments. I don't need this. Then call a home page here, home page. Okay, now let's run the app. Let me start the emulator. And okay, സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഹോം പേജ് ഒന്ന് ബിൽഡ് ചെയ്യണം. ഹോം പേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഐ നീഡ് എൻ ആപ്പ് ബാർ. സോ ഗിവ് എൻ ആപ്പ് ബാർ. ഓക്കെ, ദെൻ ദ ബോഡി ഓഫ് ദിസ് സ്കഫോൾഡ് ഈസ് എ കണ്ടെയ്നർ. ഓക്കെ, ദ ചൈൽഡ് ഷുഡ് ബി, I don't need the color, the child should be a column. Okay, then children. Child should be a column, then children. Okay, and I need some children here. Okay, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ഇവിടെ I'm going to create a text widget here. Okay, and this text widget is you can have this text here. Pick your favorite activity. Okay,
Then let me style that. Style text style. The color should be, let's have a black color. Then the font size should be, let me have a 26 font size. Okay, now your emulator is running. Let me run this. Okay. അപ്പോൾ നമ്മളുടെ ആപ്പ് റണ്ണായി വന്നപ്പോൾ ഇങ്ങനെയുണ്ട്. നമുക്കിതിനൊന്ന് വൃത്തിയാക്കാം. ഇവിടെ നമ്മളുടെ ബാനർ നമുക്ക് വേണ്ട. സോ ഡീബഗ് മോഡ് ഷോ ചെക്ക് മോഡ് ബാനർ, ദാറ്റ് ഈസ് ഫാൾസ്. Okay, then save that. And I need some padding. So come to your home page, then give padding to this container. Okay, that should be a 20 padding. And this is what we need. And I need a slash in here. That should be in 2 lines. So this is what we need. And I need to increase the size a bit. Okay, so let me this to be in 28. Okay, this is what we need, and we already have an app bar here. So I'm not going to give any color to this app bar. Okay, this is the your text widget. Actually, I created a custom app text widget here, and I'll give you the code, and you can utilize that. And let me take this from here, or you can call this to be app text. Okay, then import that here. Then it has a parameter called data. Okay, then you can remove the style. Actually, you can have color, that is black. Then the size should be 28. Okay, exactly. You'll get exactly the same result. Okay, and the advantage is you can reuse this thing. Okay, I wrote it as a component. Then below that, I need a sized box with a height of 20. Okay, and don't forget to put the comma. Okay, and let me reformat this thing, and this is what we have now. Then after this thing, I need to show all the available activities in a list. Okay, let's create that. So for that, I'm going to make this to be a stateful widget. Okay, and let me create a list activity, and let's set the class name, and this is activity. Okay, and come here, activity is equal to an empty list. Okay, and import this activity class here. Okay, then I'm going to have an init state, and I need to initialize some activities. Okay, so activities equal to, that is a list. So let's add some activities. You can create object for the activity. Okay, and you can have any number of activity. Actually, we have 4 images, so you can create 4 activities here. Okay, let me expand this a bit. Okay, this is the first activity, and you can have more activities like this. Okay. ഓക്കെ, ഞാൻ നമ്മൾ UI ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ UI ബിൽഡ് ചെയ്യുന്നത് അതിന് സമയകാലം ഉണ്ടല്ലോ, നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ ഹോം പേജിനകത്ത് ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്തു, ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു, എസ്പെഷ്യലി 4 ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഒരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇനിറ്റ് സ്റ്റേറ്റിനകത്ത് എന്ത് ചെയ്തു, ആ എംപ്റ്റി ലിസ്റ്റിലേക്ക് ആക്ടിവിറ്റി ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ലോഡ് ചെയ്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം, നമ്മളുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു ഹെഡിങ്, ദാറ്റ് മീൻസ് നമ്മൾ കസ്റ്റമായിട്ട് എഴുതിയ ആപ്പ് ടെക്സ്റ്റ്, ദെൻ ഒരു സൈസ്ഡ് ബോക്സ്, ദെൻ ഐ ജസ്റ്റ് യൂസ് എ ഫ്ലെക്സിബിൾ വിഡ്ജറ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് എ ലിസ്റ്റ് വ്യൂ ബിൽഡർ. ഈ ലിസ്റ്റ് വ്യൂ ബിൽഡറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റി ലിസ്റ്റിൽ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും ഈ പറയുന്ന കാർഡ്സ് ബിൽഡ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, റിട്ടേൺ ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ടൈലായിരിക്കും. പക്ഷെ ഞാൻ അതിനെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടുണ്ട് താഴെ. ഇതാണ് ലിസ്റ്റ് ടൈൽ. ഈ ലിസ്റ്റ് ടൈലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓൺ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ ലീഡിങ് ഒരു ഇമേജ്, ദെൻ ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ദെൻ ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈസും. ഇതാണ് നമ്മൾ ആഡ് ചെയ്തത്. ദെൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജിലേക്ക് പോകണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡീറ്റെയിൽസ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഡീറ്റെയിൽസ് പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏത് കറണ്ട് ആക്ടിവിറ്റിയിലാണോ, ഏത് ഇൻഡെക്സിലുള്ള ആക്ടിവിറ്റിയിലാണോ തൊട്ടത്, ആ ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് അപ്പുറത്തെ പേജിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആക്ടിവിറ്റി ഡീറ്റെയിൽസ് പേജിനകത്ത് ഇതാണുള്ളത്. ഇതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആണ്.
ഒരു പാരാമീറ്റർ എഴുതിയിട്ടുണ്ട്. ദെൻ ആക്ടിവിറ്റി ടൈപ്പിലുള്ള ഒരു പാരാമീറ്റർ അത് നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. ദെൻ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ബിൽഡ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ഒരു ലാർജ് ഇമേജ് കാണിക്കണം, ആ ഇമേജ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കണം. ദെൻ ഒരു ലിസ്റ്റ് ടൈല്, ആ ലിസ്റ്റ് ടൈലിനകത്ത് ആക്ടിവിറ്റിയുടെ പേര്, ദെൻ സബ് ടൈറ്റിലായിട്ട് അതിൻ്റെ പ്രൈസ് കാണിക്കണം. ദെൻ താഴെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. നമ്മളെ മോഡലിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു ഡമ്മി ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലോറം ഇപ്സം എന്ന് പറയുന്ന ഒരു പാക്കേജ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രൊഡക്ഷനിൽ ആഡ് ചെയ്യേണ്ട പാക്കേജ് അല്ല, നിങ്ങൾക്ക് ഡിപ്പെൻഡൻസി ആയിട്ട് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ ഡിപ്പെൻഡൻസിയുടെ അണ്ടറിലാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് താഴെ ആഡ് ചെയ്യാം. യു ക്യാൻ ടേക്ക് ദിസ് ടു ഹിയർ, ഇവിടെ ആഡ് ചെയ്യാം. ലിൻസിന്റെ താഴെ ഇവിടെ ആഡ് ചെയ്യാം. ബിക്കോസ് നമ്മൾ പ്രൊഡക്ഷനിൽ ഈ ഡമ്മി ടെക്സ്റ്റ് ഒന്നും അല്ലല്ലോ, ആക്ച്വൽ ടെക്സ്റ്റ് ആയിരിക്കും പോവുക. ഓക്കെ, ദെൻ ഇതാണ് നമ്മളുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന സെറ്റപ്പിൽ നിന്ന് ഞാൻ വരുത്തിയ ചേഞ്ച്. ഐ വിൽ പ്രൊവൈഡ് യു ദ കോഡ്. ദെൻ ഇപ്പൊ നമ്മുടെ ആപ്പ് ഇതായിരിക്കും ഉണ്ടാവും. ഇനീഷ്യലി ലെറ്റ് മീ റീലോഡ് ദിസ് തിങ്. ഓക്കെ, ഞാൻ ആദ്യം പോലെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യലി നമ്മുടെ ആപ്പ് ലോഡായി വന്നു. ദെൻ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽസ് പേജ് വരും. ആ പേജിൽ ഒരു എക്സ്പാൻഡഡ് ഇമേജ് കാണും. ഞാനിവിടെ ആപ്പ് ബാർ ട്രാൻസ്പെറന്റ് ആക്കിയേക്കാണ്. ഇവിടെ ജസ്റ്റ് ബാക്ക് ആരോ ഉണ്ട്, പക്ഷെ അതിന്റെ കളർ കാണുന്നില്ല, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നുകൊണ്ടാണ്. ഗോ ബാക്ക്, യു ക്യാൻ ഗോ ബാക്ക്, ദെൻ ക്ലിക്ക് സം അതർ ഇമേജ്. ഓക്കെ, ആൻഡ് യു ഹാവ് എ ഹാർട്ട് ഐക്കൺ ആൻഡ് യു ക്യാൻ ക്ലിക്ക് ദിസ് ഫേവറേറ്റ് ഐക്കൺ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കസ്റ്റം ആയിട്ടൊരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് എ ഫേവറേറ്റ് വിഡ്ജറ്റ്. ഞാൻ അതിൽ ഓൺ ക്ലിക്ക്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും എഴുതിയിട്ടില്ല ഇവിടെ. നമുക്ക് എന്ത് ചെയ്യണം, ലേറ്റർ നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇതിനൊക്കെ അനിമേറ്റ് ചെയ്യിക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ ചെറിയ അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് അനിമേഷൻസ് എന്താന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഇംപ്ലിസിറ്റ് അനിമേഷൻസ് എന്താന്ന് നോക്കാം. ഇംപ്ലിസിറ്റ് അനിമേഷൻ നമുക്ക് ബിൽറ്റ് ഇൻ വിഡ്ജറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന അനിമേഷൻസ് ആണ് ഇംപ്ലിസിറ്റ് അനിമേഷൻ. സോ ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മളെ പ്രൊജക്റ്റിൽ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ സാമ്പിൾ ഡോട്ട്, ദിസ് എ സാമ്പിൾ ഫയൽ. Okay, and let me create a stateless widget or a stateful widget, and that should be sample screen. Okay, and this is going to be a scaffold, and then the body is a container. The child should be a column. Okay, and this is what we need. നോർമലി നമ്മൾ കണ്ടെയ്നറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എന്തുണ്ട്, യു ഹാവ് ആൻ അനിമേറ്റഡ് വേർഷൻ ഓഫ് കണ്ടെയ്നർ. അനിമേറ്റഡ് കണ്ടെയ്നർ ഉണ്ട്. സി, എല്ലാ വിഡ്ജറ്റുകൾക്കും അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള അനിമേറ്റഡ് വേർഷൻസ് ഇല്ല. പക്ഷെ സം വിഡ്ജറ്റ്സിന് എന്തുണ്ട്, ദർ ആർ ഫ്യൂ വിഡ്ജറ്റ്സ്, അതിന് നിങ്ങൾക്ക് സം വിഡ്ജറ്റ്സ്, അതിന് നിങ്ങൾക്ക് എന്തുണ്ട്, അനിമേറ്റഡ് വേർഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു എറർ ഉണ്ട്. വിൽ ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് എറർ സൂൺ, ബിക്കോസ് ഡ്യൂറേഷൻ എന്നുള്ള പാരാമീറ്റർ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്ത് വേണം, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്കൊന്ന് അനിമേറ്റ് ചെയ്യിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോളം എഴുതിയിട്ടുണ്ട്. ഈ കോളത്തിനകത്ത് കോളത്തിൻ്റെ ചിൽഡ്രൻ എന്ന് പറയുന്നത് ലെറ്റ് മീ ഹാവ് ആൻ എലവേറ്റഡ് ബട്ടൺ, ഓൺ പ്രസ് ഉണ്ട്. ദെൻ ദ ടെക്സ്റ്റ് ഷുഡ് ബി അനിമേറ്റ് എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ റൈറ്റ് നൗ നമ്മളുടെ വിഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഞാനൊരു ഡ്യൂറേഷൻ പ്രോപ്പർട്ടി ചെയ്തതാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ഡ്യൂറേഷൻ ക്ലാസ്, ആൻഡ് ദിസ് ഇസ് സെക്കൻഡ്സ്, or you can have milliseconds. So I need this to be a 400 milliseconds. Okay, now you don't have any errors here, and save this. And first of all you have to call your sample screen here, because അല്ലെങ്കിൽ നമ്മളുടെ ഇനീഷ്യൽ പേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിലെ പേജ് ആയിരിക്കും. ഓക്കെ, ഞാൻ സാമ്പിൾ സ്ക്രീൻ ലോഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബട്ടൺ അവിടെ കാണും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് എന്തായിരിക്കും വേണ്ടി വരിക, നമുക്ക് ഇതിനകത്ത് ഈ കണ്ടെയ്നറിന് ലെറ്റ് മീ ഗീവ് സം കളേഴ്സ് ആൻഡ് സം ലുക്ക് ആൻഡ് ഫീൽ. ഈ അനിമേറ്റഡ് കണ്ടെയ്നറിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഐ നീഡ് എ മാർജിൻ. ഓക്കെ, മാർജിൻ എന്ന് പറയുന്നത് ഞാനിവിടെ മാർജിൻ നമുക്കറിയാം എഡ്ജ് ഇൻസെറ്റ് ക്ലാസ് എന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൾ ഏജിൽ ഞാൻ 20 എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മാർജിൻ വന്നിട്ടുണ്ടായിരിക്കും. ലെറ്റ് മീ ഹാവ് എ കളേഴ്സ് ഡോട്ട് which color you want, colors dot red, and save this. Now you have a red color here. Okay, you can have a width here. Let me have a width of 250 and save this. Now you have a width here,
and I think let me add an app bar because അല്ലെങ്കിൽ അത് മുകളിൽ പോയി മുട്ടി നിൽക്കും. Okay, this is your container. Okay, and let me reload this thing. സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് വന്നു, 20 മാർജിൻസ് വന്നിട്ടുണ്ട് ആൻഡ് വിഡ്ത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കളർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർജിൻ, വിഡ്ത്ത്, കളർ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ അനിമേറ്റഡ് കണ്ടെയ്നറിന്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെ നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യാം. അതാണ് ഇംപ്ലിസിറ്റ് അനിമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഐ എം ഗോയിങ് ടു കോൾ ദ സെറ്റ് സ്റ്റേറ്റ് മാറണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെറ്റ് സ്റ്റേറ്റിനെ കോൾ ചെയ്തു. ലെറ്റ് മീ ഹാവ് ദിസ് ടു ബി ഇൻസൈഡ്. ഓക്കെ, ആൻഡ് this is stateless widget, so you have to make this to a stateful thing. So let's call that set state. Okay, എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് എന്താണ്, ഈ മാർജിൻ നിങ്ങൾക്ക് ആൾട്ടർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർജിനെയും വിഡ്ത്തിനെയും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, ലെറ്റ്സ് ക്രിയേറ്റ് സം വേരിയബിൾസ് ഹിയർ. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഡബിൾ വേരിയബിൾ, double_margin equal to right now the margin എന്ന് പറയുന്നത് let me make this 0. ഇപ്പോൾ 0 ആണ്, DOUBLE. ഓക്കെ, മാർജിൻ 0 ആണ് ആൻഡ് ഐ എം ഗോയിങ് ടു പാസ് ദിസ് ആസ് _margin. ഓക്കെ, ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ മുട്ടിയിട്ടുണ്ടായിരിക്കും ബിക്കോസ് ഞാൻ കൊടുത്ത മാർജിൻ എന്താണ്, 0 ആണ്. ഇനി എന്ത് ചെയ്യണം, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് സം മോർ ഡബിൾ വേരിയബിൾസ്. ഡബിൾ വിഡ്ത്ത് ഈക്വൽ ടു you can have _width equal to, right now it is 250, so you can pass that 250 ക്ക് പകരമായിട്ട് നമുക്ക് ആരെ പാസ് ചെയ്യാം, വിഡ്ത്ത് പാസ് ചെയ്തു. ആൻഡ് ഓൾസോ you can have that _color property and we don't actually have that property, so let's recreate that. and color എന്നുള്ള ടൈപ്പിൽ നിന്നും I am going to call a color property equal to colors.red. ഓക്കെ, ഇതാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ പാസ് ചെയ്തു. ആൻഡ് യു ക്യാൻ ഹാവ് ഒപ്പാസിറ്റി ഫോർ ദിസ് തിങ്. ഒപ്പാസിറ്റി നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ക്രിയേറ്റ് ആൻ ഒപ്പാസിറ്റി ആൻഡ് ദിസ് ഇസ് സെമിക്കോളൻ, ദെൻ _ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ വാല്യൂ തന്നെയാണ്. double_opacity equal to that should be right now this is 1. okay, and put a semicolon. I haven't passed that opacity here. ഇനി നമുക്ക് വേണ്ടത് ഇതാണ് നമ്മളുടെ റൈറ്റ് നോ നമ്മളുടെ എന്ത് വിഡ്ജറ്റ്. ഇതിന്റെ ഹൈറ്റ് ഇത് കോളം ആയതുകൊണ്ടാണ് എന്ത് ഫുൾ ഹൈറ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, ആ കോളത്തെ ഫുൾ കോളമാണല്ലോ, അതുകൊണ്ടാണ് ഇത് ഹൈറ്റ് ഫുൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഐ നീഡ് ടു അനിമേറ്റ് ദിസ് തിങ്. സോ ഐ ക്യാൻ ഹാവ് ദ മാർജിൻ എന്ന് പറയുന്നത് മാർജിൻ ഈക്വൽ ടു ഐ എം ഗോയിങ് ടു ഗിവ് എ 50 മാർജിൻ ആൻഡ് സേവ് ദിസ്. ഇഫ് യു ക്ലിക്ക് ഹിയർ യു ക്യാൻ സീ, ആൻഡ് ഇത് കണ്ടോ, ഇത് ജസ്റ്റ് അനിമേറ്റ് ചെയ്ത് കാണുന്നില്ലേ. അപ്പോൾ ഇത് let me take one more time and reload this thing. reload ചെയ്തു. ഇനീഷ്യലി ഇത് ഇവിടെയാണ്, ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് മാറി. സോ ലെറ്റ് മീ മേക്ക് ദിസ് ഇസ് എ മൈക്രോ സെക്കൻഡ്സ്, അതുകൊണ്ടാണ് അത് കാണാഞ്ഞത്. സോ ഞാൻ സെക്കൻഡ്സ് ആക്കി മാറ്റിയിട്ട് ആൻഡ് ദിസ് ഷുഡ് ബി 2 എന്ന് കൊടുത്തു. ആൻഡ് സേവ് ദിസ് ആൻഡ് റീലോഡ് ചെയ്യണം. എന്നാലേ പഴയ സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ റീബൂട്ട് തന്നെ വേണം. ഓക്കെ, ആൻഡ് ക്ലിക്ക് ഹിയർ. നൗ യു ക്യാൻ സീ ഇറ്റ്സ് സ്ലോലി മൂവിങ് ടു ദാറ്റ്. ആ മാർജിൻ അവിടെ കണ്ടില്ലേ, ഒരു 2 സെക്കൻഡ്സ് എടുത്തിട്ട് ആ മാർജിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെ. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യിക്കാം. ഐ നീഡ് _width എന്ന് പറയുന്നത് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 400 എന്ന് കൊടുത്തു ആൻഡ് സേവ് ചെയ്തു. ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ് ബിക്കോസ് ആ പഴയ സ്റ്റേറ്റിലേക്ക് പോകണം. അപ്പോൾ ഞാൻ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പഴയ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്തു ആൻഡ് ക്ലിക്ക് ഹിയർ. നൗ യു ക്യാൻ സീ ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ദ മാർജിൻ ഈസ് അപ്ലൈഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് എന്ത് കൊണ്ടുവരുന്നത്, ഈ അനിമേഷൻസ് ഇതിന് നമ്മൾ ഉപയോഗിച്ചത്. ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡൊന്നും എഴുതിയിട്ടില്ല. യു ക്യാൻ യൂസ് ഇംപ്ലിസിറ്റ് അനിമേഷൻസ് ആൻഡ് ആ ഇംപ്ലിസിറ്റ് അനിമേഷൻസ് ഉപയോഗിച്ച് അനിമേറ്റഡ് വേർഷൻ ഓഫ് എ കണ്ടെയ്നർ ഉപയോഗിച്ചു. നോർമലി നമുക്ക് കണ്ടെയ്നർ ആണുള്ളത്, അതിന്റെ അനിമേറ്റഡ് വേർഷൻ ഉപയോഗിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമേറ്റ് ചെയ്യിക്കാൻ പറ്റും. സി ഐ വാണ്ട് ടു ചേഞ്ച് ദ കളർ ഓൾസോ. സോ _color equal to and make this a blue thing. അതല്ലെങ്കിൽ എനിക്ക് ബ്ലൂ ഗ്രേ കളറിലേക്ക് എന്ത് ചെയ്യണം, ഇത് മാറണം. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് അഗെയിൻ ഞാൻ റീബൂട്ട് ചെയ്തു. ഓക്കെ, റീബൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ്
that animation. Now you can see it slowly changed to that blue-gray animation. Okay, and this is how you use animated version of widgets to animate the properties. Okay, properties of that widget. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇംപ്ലിസിറ്റ് അനിമേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. നമ്മൾ ഇതിൽ എഴുതിയിട്ടൊരു കാര്യമുണ്ട്, ഒപ്പാസിറ്റി എന്നുള്ള കാര്യം. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ് ഒപ്പാസിറ്റി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒപ്പാസിറ്റി ആണ്. ഒപ്പാസിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒപ്പാസിറ്റി എന്ന് പറയുന്ന വിഡ്ജറ്റ് ഉണ്ട്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇതിന് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്, ഒരു ഒപ്പാസിറ്റി വിഡ്ജറ്റ് ഉണ്ട്. ആ വിഡ്ജറ്റിന്റെ അനിമേറ്റഡ് വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റൈറ്റ് നൗ ദ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഉണ്ടാക്കി 1 കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നോർമലി ഒരു വിഡ്ജറ്റിന്റെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. നിങ്ങൾക്ക് അതിനൊരു ഒപ്പാസിറ്റി വിഡ്ജറ്റ് വെച്ച് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷോ യു ദാറ്റ്. ഇവിടെ എനിക്കൊരു എലവേറ്റഡ് ബട്ടൺ ഉണ്ട്. ഇതിനകത്ത് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ കണ്ടെയ്നർ. വേറൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാണ്. കണ്ടെയ്നർ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 150 ഹൈറ്റ് ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 200 വിഡ്ത്ത് ആണ്. ദ കളർ ഷുഡ് ബി എ റെഡ് കളർ ആൻഡ് യു നീഡ് ടു പുട്ട് എ കോമ ഹിയർ. ദാറ്റ് ഈസ് എറർ ഹിയർ. ആൻഡ് സേവ് ദിസ്. നൗ you have a container here, and I'm going to wrap this with a widget called opacity. Okay, then ഇതിന് മസ്റ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒപ്പാസിറ്റി, ആൻഡ് I can have 0 here. Let me give it a 0. Now it is not showing in the screen, and I can have a value 1. And opacity എന്ന് പറഞ്ഞാൽ മൗസ് ഓവർ ചെയ്ത് നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, opacity of 1 is fully opaque and opacity of 0 is fully transparent. അപ്പൊ ഇതാണ് എന്ത് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒപ്പാസിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇവിടെ വേറൊരു എലവേറ്റഡ് ബട്ടൺ ഉണ്ടാക്കുകയാണ്. ഇവിടെ എലവേറ്റഡ് ബട്ടൺ ഉണ്ടാക്കി. ഈ എലവേറ്റഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടെയ്നർ കാണിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, അതല്ലെങ്കിൽ ഇത് കാണണ്ട. അപ്പൊ ഞാനിവിടെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത്, ലെറ്റ് മീ കോൾ അവർ ഒപ്പാസിറ്റി വേരിയബിൾ ഹിയർ. ഒപ്പാസിറ്റി എന്ന് പറയുന്ന വേരിയബിളിനെ കോൾ ചെയ്തു. ഓക്കെ, ആൻഡ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നോർമലി ഈ ബട്ടണാണ് ഞാൻ സേവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ ബട്ടൺ വന്നു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എനിക്ക് എന്ത് വരണം, ഐ കൻ ഹാവ് എ ഹൈഡ് ഹിയർ. ഓക്കെ, ഇത് ഹൈഡ് ചെയ്യണം. റൈറ്റ് നൗ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിത് ഹൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഐ എം ഗോയിങ് ടു റിമൂവ് ഓൾ ദീസ് തിങ്സ്. ഇവിടെ എന്ത് ചെയ്യണം, അണ്ടർസ്കോർ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് റൈറ്റ് നൗ 1 ആണ്. ലെറ്റ് മീ മേക്ക് ദിസ് 0 ആൻഡ് സേവ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഹൈഡായി പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് സ്ലോലി എന്ത് ചെയ്യണം, സ്ലോലി അത് ഹൈഡായി പോകണമെങ്കിലാണ് നമുക്ക് എന്തുണ്ട്, ഈ ഒപ്പാസിറ്റിക്ക് അനിമേറ്റഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന എന്തുണ്ട്, വിഡ്ജറ്റ് ഉണ്ട്. അനിമേറ്റഡ് ഒപ്പാസിറ്റി. This is the animated opacity widget, and let me remove this opacity here. Okay, animated opacity. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, എല്ലാ അനിമേറ്റഡ് വിഡ്ജറ്റുകൾക്കും എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഡ്യൂറേഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഡ്യൂറേഷൻ ആൻഡ് ദാറ്റ് ഷുഡ് ബി സെക്കൻഡ്സ്. ഞാൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ സേവ് ചെയ്തു. എക്സാക്ട്ലി ഒന്നുകൂടി റീലോഡ് ചെയ്തു. റീലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ വന്നു. നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് ഒന്ന് പോകാം നമുക്ക്. ഞാനിവിടെ അനിമേറ്റ് ചെയ്യിച്ചു. അപ്പോൾ ഇത് എന്ത് ചെയ്തു, നേരത്തെ പഴയ ആദ്യത്തെ അനിമേഷനാണിത്. ഇനി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ആ ഒരു കണ്ടെയ്നർ സ്ലോലി അവിടുന്ന് വാനിഷായി. അപ്പൊ ഇതാണ് എന്ത്, അനിമേറ്റഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്ന വിഡ്ജറ്റ്. ഒപ്പാസിറ്റി വിഡ്ജറ്റ് നോർമലി നമുക്ക് ഉള്ളതാണ്. അതിന്റെ ഒരു അനിമേറ്റഡ് വേർഷൻ ആണെന്ത്, അനിമേറ്റഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഒപ്പാസിറ്റി 0 to 1 ആണ്. 0 to 1 ട്രാൻസിഷൻ ഒരു ക്വിക്ക് ട്രാൻസിഷൻ അല്ല, സ്ലോലി ഒരു 2 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, സ്ലോലി ട്രാൻസിഷൻസ് ഹാപ്പൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്, ഈ അനിമേറ്റഡ് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ 2-3 കാര്യങ്ങൾ നമുക്ക് ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്ക് ചെറിയൊരു അനിമേഷൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദാറ്റ്. ഇപ്പൊ നമ്മൾ 2 ഇംപ്ലിസിറ്റ് അനിമേഷനാണ് പഠിച്ചത്. ഓർത്തിരിക്കേണ്ട കാര്യം, ഇംപ്ലിസിറ്റ് അനിമേഷൻ ബിൽറ്റ് ഇൻ അനിമേഷൻസ് ആണ്. നിങ്ങൾക്ക് അനിമേറ്റഡ് വേർഷൻ ഓഫ് വിഡ്ജറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ അനിമേറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് വിഡ്ജറ്റ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. നമുക്ക് ഇംപ്ലിസിറ്റ് അനിമേഷൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമായിട്ട് ഇംപ്ലിസിറ്റ് അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ബിൽറ്റിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടികളെ അനിമേറ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് സംടൈംസ് അങ്ങനെയല്ല, നമുക്ക് കസ്റ്റമായിട്ടുള്ള അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അനിമേറ്റ് ചെയ്യേണ്ടി വരും.
അപ്പോൾ അപ്പോഴാണ് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്, ഈ ട്വീൻ അനിമേഷൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്വീൻ അനിമേഷൻ ബിൽഡർ എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിഡ്ജറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ക്രിയേറ്റ് കസ്റ്റം ഇംപ്ലിസിറ്റ് അനിമേഷൻ. നമുക്ക് അവർ ഓൺ ട്വീൻസ് ക്രിയേറ്റ് ചെയ്യാം വിത്ത് കസ്റ്റം സ്റ്റാർട്ട് ആൻഡ് എൻഡ്. ട്വീൻ മീൻസ് ഇൻ ബിറ്റ്വീൻ എന്നാണ്, അതായത് ഒരു സ്റ്റാർട്ടും ഒരു എൻഡും ഉണ്ടായിരിക്കും. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ഹാപ്പൻ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ആ ഒരു കസ്റ്റം ട്വീൻ അല്ലെങ്കിൽ കസ്റ്റം ഇംപ്ലിസിറ്റ് അനിമേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഈ സ്ക്രീനിലല്ല വർക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആക്ച്വൽ പ്രൊജക്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ മെയിൻ ഡോട്ട് ആർട്ടിൽ വന്നിട്ട് ലെറ്റ് മീ റീപ്ലേസ് ദിസ് ടു അഗെയിൻ ടു ഹോം പേജ്. ഓക്കെ, സോ ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ് ആൻഡ് ദിസ് ഇസ് അവർ ഹോം പേജ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ട്വീൻ അനിമേഷൻസ് ആണ്. അപ്പോൾ ട്വീൻ അനിമേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിഗിനിങ് കാണും, ദെൻ ഒരു എൻഡ് കാണും. ബിഗിനിങ് സ്റ്റാർട്ടിങ് ഫ്രം 0, എൻഡിങ് ഫ്രം സം വാല്യൂ, ദെൻ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു അതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറെൻറ്റ് വാല്യൂസിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ മൂവിങ് ഇൻ ടു എ പ്രൊജക്റ്റ്. അതിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കൊരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഹോം പേജിൽ നമുക്ക് ഇതിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഈ ടെക്സ്റ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അനിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു റാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ് കോൾഡ് ദിസ് ഷുഡ് ബി എ ട്വീൻ അനിമേഷൻ ബിൽഡർ. ഓക്കെ, ഒബ്വിയസ്ലി യു ഹാവ് എറേഴ്സ് ബിക്കോസ് അതിനകത്ത് ബിൽഡർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും, ഇതിനകത്ത് എന്തൊക്കെ മാൻഡേറ്ററി ആണെന്ന് നോക്കുക. ട്വീൻ അനിമേഷൻ ബിൽഡർ ആണ്, ആൻഡ് ബിൽഡർ ഈസ് റിക്വയർഡ് ആൻഡ് ഡ്യൂറേഷൻ ഈസ് റിക്വയർഡ്, ആൻഡ് യു ക്യാൻ ആഡ് ദാറ്റ് ഡ്യൂറേഷൻ ഹിയർ, ഡ്യൂറേഷൻ, ആൻഡ് ദിസ് ഇസ് ഡ്യൂറേഷൻ. യു ക്യാൻ ഹാവ് എ സെക്കൻഡ്സ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഗിവ് 2 seconds. ഇനി നമുക്ക് എന്ത് വേണം, ഇനി എന്തായിരിക്കും വേണ്ടി വരും ഇതിനകത്ത്, യു ഹാവ് ടു റൈറ്റ് എ ബിൽഡർ ഹിയർ, ബിൽഡർ. സോ ആ ബിൽഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ബാക്കി പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്കിനി ഇതിനകത്തുള്ളത് നമുക്കൊരു ബിൽഡർ ആഡ് ചെയ്യണം. സോ ലെറ്റ് മീ ആഡ് ദാറ്റ് ബിൽഡർ. ഓക്കെ, ആൻഡ് ദിസ് ഫസ്റ്റ് പാരാമീറ്റർ ഇസ് build context, that is build context, and I'm going to have 3 parameters like this. Okay, I just add underscore here, and later we'll fill it. I'll explain what are all these things. Okay, and this is going to return, okay, and some widget. I need to return an opacity widget, and it has an opacity property. Okay, and ഞാനിവിടെ അനിമേറ്റഡ് ഒപ്പാസിറ്റി ഉപയോഗിക്കുന്നില്ല ബിക്കോസ് ദിസ് ഈസ് ഇൻസൈഡ് ആൻ അനിമേഷൻ ബിൽഡറിനുള്ളിലാണ്. പിന്നെ നമ്മളിവിടെ അനിമേറ്റഡ് ഒപ്പാസിറ്റി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് വി ആർ ഗോയിങ് ടു ടെൽ വാട്ട് ടു അനിമേറ്റ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഇതിൽ ഈ ഒപ്പാസിറ്റി വിഡ്ജറ്റ് അതിന് എന്തുണ്ടായിരിക്കും, ഒരു ചൈൽഡ് ഉണ്ടായിരിക്കും. എന്തിൻ്റെ ഒപ്പാസിറ്റി ആണോ നമ്മൾ പറയുന്ന ഈ ട്വീൻ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിന്റെയും എൻഡിങ്ങിന്റെയും ഇടയ്ക്ക് നിന്നുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ടത്, ദാറ്റ് മീൻസ് 0 to 1 ആക്കേണ്ടത്, ആ വിഡ്ജറ്റാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു വിഡ്ജറ്റ് നിങ്ങൾക്ക് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമുക്ക് അനിമേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്, ഈ ടെക്സ്റ്റിനെയാണ് എന്ത് ചെയ്യേണ്ടത്, അനിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് എ പാരാമീറ്റർ കോൾഡ് വിഡ്ജറ്റ്, നോട്ട് ഹിയർ, യു ക്യാൻ ഹാവ് എ പാരാമീറ്റർ കോൾഡ് ടൈപ്പ്, വിഡ്ജറ്റ് ടൈപ്പിലുള്ള എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് എ പാരാമീറ്റർ ലൈക്ക് ദിസ്. ഓക്കെ, and why there is an opacity. Okay, and ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇനി നമുക്ക് എന്ത് വേണം, ഇതിന്റെ ചൈൽഡ് എന്ന് പറയുന്നത്, and this should be build context ആണ്, then widget type, and this is going to return, and put a semicolon here, and what is error, opacity. Okay, and this should be and this may be the error, let me make this to an underscore. ഓക്കെ, വാല്യൂ ഇല്ലല്ലോ, ഞാൻ ജസ്റ്റ് അണ്ടർസ്കോർ ഇട്ടു. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് എന്ത് ചെയ്യണം, യു ക്യാൻ പാസ് ദിസ് ചൈൽഡ് ഹിയർ, ആൻഡ് സ്റ്റിൽ വി ഹാവ് എറേഴ്സ്. വാട്ട് ഈസ് എറർ, ഒപ്പാസിറ്റി, ദ ആർഗ്യുമെന്റ് ടൈപ്പ് ഒപ്പാസിറ്റി, വിഡ്ജറ്റ് ഫംഗ്ഷൻ, വിഡ്ജറ്റ് ചൈൽഡ്. ഓക്കെ, ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. ഇനി നമ്മളുടെ ചൈൽഡ് ഞാൻ പാസ് ചെയ്തു, ഒപ്പാസിറ്റി എന്ന് പറയുന്നത് ഞാനിവിടെ 0 എന്ന് കൊടുത്തു, ഓർ യു ക്യാൻ ഹാവ് 1 ഹിയർ, and you still have errors. Builder, and you have build context ആണ്. Then this should be double value, then widget type
എന്ത് ചെയ്യണം, wi widget child. Okay, and this is going to return opacity. You can have an opacity property. Okay, what is the error? Okay, tween is required, so I can give a tween here. I'll explain what is this tween. And tween എന്ന് പറയുന്നത് tween class എന്നാണ് വരുന്നത്, tween. And you can have a value, a begin എന്ന് പറയുന്നത് 0, and you can put a comma, end എന്ന് പറയുന്നത് 1 ആണ്. Okay, and I just pass a tween here. Then you still have errors on your builder. Okay, let me rewrite this thing. Okay, and this is like this. Okay, then ഇതിന് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇവിടെ ജസ്റ്റ് മൗസ് ഒന്ന് ഹോവർ ചെയ്യാം. Let's check what are the parameters. You have 3 parameters: build, context, then the value, then you have a widget, and this is what you have. And this is going to return ഒരു widget ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വേണം, you need to pass the context here, context, then let me have a value of 1, then widget ടൈപ്പിലുള്ള ഒരു പാരാമീറ്റർ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പാസ് ചെയ്തു. And this is going to return an opacity widget. What is the error here? Build context. ഞാൻ ഒന്ന് ജസ്റ്റ് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ജനറിക് ടൈപ്പ് കൊടുത്തു. ട്വീൻ അനിമേഷൻ ബിൽഡർ ഉണ്ട്. ദെൻ ഈ ബിൽഡർ റിട്ടേൺ ചെയ്യുന്നത് ഒരു അപ്പാസിറ്റി വിഡ്ജറ്റ് ആണ്. ആൻഡ് ഒബ്വിയസ്ലി അതിന് എന്തുണ്ട്, ഒരു അപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് പാരാമീറ്റർ, ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ള കാര്യം. ദെൻ ദ വാല്യൂ, ദെൻ ദ ചൈൽഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചൈൽഡ് പാസ് ചെയ്യുന്നത് ടേക്ക് ദിസ് ചൈൽഡ്. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ ട്വീൻ അനിമേഷൻ ബിൽഡറിന് ഐ എം ഗോയിങ് ടു ഹാവ് എ ചൈൽഡ് പ്രോപ്പർട്ടി. ദിസ് ഇസ് എ ചൈൽഡ്, ആൻഡ് അവർ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആപ്പ് ടെക്സ്റ്റ്. അത് നമുക്ക് വേണ്ടത് ഡാറ്റ എന്ന് പറയുന്നത് picture/n favorite activity. ഇതാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ദ കളർ ഷുഡ് ബി വൈറ്റ്. ഓക്കെ, then the font size എന്ന് പറയുന്നത് font or size that should be 26. ഓക്കെ, ഇതാണ് നമുക്ക് അനിമേറ്റ് ചെയ്യേണ്ട വിഡ്ജറ്റ്. ആക്ച്വലി നമ്മൾ എവറി ടൈം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ വിഡ്ജറ്റ് പാസ് ചെയ്യേണ്ട. ദിസ് വിൽ ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് ദിസ് വിഡ്ജറ്റ്. ആൻഡ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ചൈൽഡ് എന്ന് പാസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഈ 0 മുതൽ 1 വരെയുള്ള ഡ്യൂറേഷനിൽ എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ 0 to 1 എന്ത് ചെയ്യണം, നമുക്കിത് 500 അല്ലെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട്. സോ ലെറ്റ് മീ ഹാവ് 2 seconds. 2 seconds കൊണ്ട് എന്ത് ചെയ്യണം, 0-ൽ നിന്നും 1-ലേക്ക് ഇത് എന്ത് ഒരു ട്രാൻസിഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത്, ലെറ്റ് മീ ഹാവ് എ ഡബിൾ, നോട്ട് ഹിയർ, യു ക്യാൻ ക്രിയേറ്റ് എ വാല്യൂ ഹിയർ ഓഫ് ടൈപ്പ് DO, and this should be ഡബിൾ ടൈപ്പിലുള്ള വാൽ എന്ന് പറയുന്നത്. ഓ യു ക്യാൻ ഹാവ്, ഓക്കെ, വാൽ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാക്കി. then you can pass that val here, val. ഓക്കെ, then ഇതെന്ത് ചെയ്യും, 2 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു ഒപ്പാസിറ്റി വിഡ്ജറ്റ്. ലെറ്റ്സ് ട്രൈ ദിസ്. ഓക്കെ, ഞാനിതൊന്ന് എന്ത് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് തിങ്, പിക്ക് യുവർ ഫേവറേറ്റ് എന്നുള്ള ടെക്സ്റ്റിലേക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അത് അനിമേറ്റ് ചെയ്യുന്നുണ്ട്. എത്ര നേരം കൊണ്ട് നമ്മൾ ജസ്റ്റ് സ്പേസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ റീബൂട്ട് ദിസ് തിങ്. റീബൂട്ട് ചെയ്ത് വരുമ്പോൾ കാണാം നമുക്ക് എന്ത് ചെയ്യാൻ കാണും, പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിക്ക് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അനിമേറ്റ് ചെയ്ത് വന്ന കണ്ടില്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് എ ട്വീൻ. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇത് വേറൊരു അനിമേഷൻ പ്രോപ്പർട്ടിയും കൂടെ കമ്പൈൻ ചെയ്യണം. ദാറ്റ് മീൻസ് ഈ ചൈൽഡ് എങ്ങനെയായിരിക്കും വരേണ്ടി വരിക, അതല്ലെങ്കിൽ ഇതിനൊരു എന്ത് അപ്ലൈ ചെയ്യണം, നമുക്കൊരു പാഡിങ് അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം, അത് മുകളിൽ നിന്നും താഴോട്ട് ജസ്റ്റ് ഇറങ്ങി വന്ന പോലെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഫീൽ ചെയ്യിക്കണം. അല്ലെങ്കിൽ മേലെന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു ഫീല് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യു ക്യാൻ റാപ്പ് ദിസ് വിത്ത് എ പാഡിങ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു റാപ്പ് ദിസ് വിത്ത് എ പാഡിങ്. ഓക്കെ, ഞാൻ ഒരു പാഡിങ് കൊടുത്തു. ഓക്കെ, പാഡിങ് കൊടുത്തിട്ട്, പാഡിങ് നമുക്കറിയാം വരുന്നത് edge insert.all ആണ്. ഐ നീഡ്
എന്ത് ചെയ്യണം, ഐ നീഡ് ദിസ് ടു ബി ഓൾ അല്ല എനിക്ക് വേണ്ടത്, ഐ നീഡ് ഓൺലി ആൻഡ് എന്ത് ചെയ്യണം, ആൻഡ് ദാറ്റ് ഷുഡ് ബി, ഞാനൊരു ടോപ്പ് പാഡിങ് കൊടുക്കുകയാണ്. ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണെന്ത്, ആൻഡ് ഐ ക്യാൻ ഹാവ് ദാറ്റ് വാല്യൂ. ആക്ച്വലി ഈ വാല്യൂവിൽ ഇപ്പോൾ എന്തേ ഉള്ളൂ, മാക്സിമം നിങ്ങൾക്ക് 0-ൽ നിന്ന് തുടങ്ങി 1 വരെ പോകും. പക്ഷെ നമുക്ക് ഇപ്പം ഞാൻ ഈ വാല്യൂവിനെ ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക, ഇവിടെ ഐ ക്യാൻ ഹാവ് ഇൻ കോൺസ്റ്റ് ആണ്, ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് കോൺസ്റ്റ്. ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്തു ആൻഡ് റീബൂട്ട് ചെയ്തു. ആപ്പ് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല ഇവിടെ, ബിക്കോസ് ഈ വാല്യൂവിൽ മാക്സിമം വരുന്നത് എത്രയേ ഉള്ളൂ, 1 ആയിരിക്കും അതിനകത്ത് വരുന്ന വാല്യൂ. സോ ലെറ്റ് മീ ദിസ്, ഐ ക്യാൻ ഹാവ് മൾട്ടിപ്ലൈ ദിസ് വിത്ത് 20 പാഡിങ്. സോ ഞാൻ 20 പാഡിങ് കൊടുത്തു. അപ്പോൾ 1 × 20 എന്നായിരിക്കും ഇത് വരിക. നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടോ ജസ്റ്റ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 20 പാഡിങ് അവിടെ അപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ലെറ്റ് മീ ഇൻക്രീസ് ദാറ്റ് തിങ്. നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാം. പക്ഷെ ഇവിടെ ആ ഒരു പാഡിങ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ മേക്ക് ദിസ് പാഡിങ് ടു ബി ഓൺലി എന്ന് പറയുന്നത് ഞാൻ ലെഫ്റ്റ് 20 ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത് 20 കൊടുത്തു. ഓക്കെ, ഞാൻ ഇത് നമ്മൾ ആപ്പ് ബാർ നമുക്കൊന്ന് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം. ആപ്പ് ബാർ, ഓർ ഐ ഡോണ്ട് നീഡ് ദിസ് ആപ്പ് ബാർ ഹിയർ. എനിക്ക് ആപ്പ് ബാർ ഇവിടെ വേണ്ട. സോ ഞാൻ ആപ്പ് ബാർ റിമൂവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇങ്ങനെയായിരിക്കും ഇത് ഇനീഷ്യലി ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് താഴോട്ട് എന്ത് ചെയ്യണം, താഴോട്ട് ഇറങ്ങി വരണം. നമുക്ക് വിഷ്വലി കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് അത് ഇറങ്ങി വരണം. ആൻഡ് ലെറ്റ് മീ റീസൈസ് ദിസ് ടു ബി 10. ആൻഡ് ഈ വാല്യൂ എന്ന് പറയുന്നത് ലെറ്റ് മീ മേക്ക് ദിസ് ടു എ 50 വാല്യൂ. ആൻഡ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. സേവ് ദിസ്, ഞാനതൊന്ന് റീബൂട്ട് ചെയ്യാണ്. റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി അത് ടോപ്പിലാണുള്ളത്, പക്ഷെ പതുക്കെ എന്ത് ചെയ്തു, അത് താഴോട്ട് സ്ലൈഡ് ചെയ്ത് വന്നു കണ്ടില്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള അനിമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദിസ് തിങ് ഈസ് കോൾഡ് ട്വീൻ അനിമേഷൻ. ട്വീൻ എന്ന് പറയുന്നത്, നമ്മളെടുത്ത ട്വീൻ എന്ന് പറയുന്നത് ബിഗിൻ 0 എൻഡ് 1 ആണ്. ആൻഡ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ വൺ മോർ ടൈം. ട്വീൻ അനിമേഷൻ ബിൽഡറിനകത്ത് ഒബ്വിയസ്ലി യു ഹാവ് എ ഡ്യൂറേഷൻ, ദെൻ യു ഹാവ് ദ ട്വീൻ. വാട്ട് ആർ ദ സ്റ്റോപ്സ്? നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റോപ്പാണ് വേണ്ടതെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ എവിടെ തുടങ്ങി എവിടെ തീരണം, അതിനിടയ്ക്ക് എത്ര സ്റ്റോപ്പ് വേണമെന്നുള്ള കാര്യം നമ്മൾ കൊടുക്കണം. ആൻഡ് ഐ ഷോ യു വൺ മോർ എക്സാമ്പിൾ. ഞാനൊരു വേറൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് ഇവിടെ കാണിച്ചു തരാം. ഐ ക്യാൻ ഹാവ് എ ഫ്ലെക്സിബിൾ ഹിയർ, ലെറ്റ് മീ ഹാവ് എ സൈസ് 2. നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേറൊരു ടീം എടുക്കാം. ആൻഡ് ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്വീൻ അനിമേഷൻസിന്റെ എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ നിങ്ങൾക്ക് ഈ കാര്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ട്വീൻ എടുക്കുകയാണ് ഇവിടുന്ന്, ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഞാൻ കോപ്പി ചെയ്തു. Then let me paste it here. And I don't have any target value here. You can define a target value and come here. I just define a variable called target value, that is 24 എന്ന് കൊടുത്തിട്ടുണ്ട്. Okay, and I don't need this semicolon here. And save this. Now ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, നിങ്ങൾക്ക് ഞാനത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബട്ടൺ കണ്ടോ ഇവിടെ, ഇത് ലോഡായി വരുമ്പോൾ തന്നെ ലോഡായി വന്നപ്പോൾ കണ്ടില്ലേ, അത് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഒന്നുകൂടി എന്ത് ചെയ്തു, വലുതായി ഉണ്ടാവും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തപ്പോൾ അത് എന്ത് ചെയ്തു, പഴയ പോലെ ചെറുതായി പോകുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്വീൻ അനിമേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതും ഞാൻ നേരത്തെ ചെയ്ത പോലെയാണ്. യു ഹാവ് ദ ട്വീൻ 0 to ടാർഗറ്റ് വാല്യൂ. ടാർഗറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 24 ആണ്. യു ക്യാൻ ഹാവ് ദ 24 ഹിയർ. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ഡയറക്റ്റ് 24 കൊടുക്കാത്തതിന് കാരണം നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റോപ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, ടാർഗറ്റ് വാല്യൂ ഈക്വൽ ടു 24, then 48, then 24. These are the different stops. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഈ 1 സെക്കൻഡ് കൊണ്ട് ഈ ബിഗിനിങ് തുടങ്ങി 24-ന് ഇടയ്ക്ക് 3 സ്റ്റോപ്പ് എടുത്തിട്ടാണ് ഇത് പോയത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് വാല്യൂ, ദെൻ സെക്കൻഡ്, ദെൻ ഇതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 3 സ്റ്റോപ്പ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യലി അത് 24 ആണ്, ദെൻ 48, ദെൻ 24. ആക്ച്വലി രണ്ട് കാര്യം, ഇനീഷ്യലി 24 ആയിരിക്കും, ദെൻ 48 ആവും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ. ദെൻ ലെറ്റ് മീ മേക്ക് ദിസ് ടു 100. ഓക്കെ, ആൻഡ് സേവ് ദിസ്.
ഓക്കെ. ആൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു ആൻഡ് ദാറ്റ് ഈസ് 100 നോ. ദെൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പഴയ പോലെ അത് 24ലേക്ക് പോകും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ക്രിയേറ്റ് ട്വീൻ അനിമേഷൻസ് ആൻഡ് ദിസ് ഇസ് വെരി സിമ്പിൾ. ആൻഡ് അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആൻഡ് വാട്ട് ആർ ദീസ് തിങ്സ് വിഡ്ജെറ്റ്സ്, ഇതിലുള്ള എന്തിനെയാണോ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻ ബിറ്റ്വീൻ അനിമേറ്റ് ചെയ്യേണ്ടത്, അതാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ചൈൽഡ് പ്രോപ്പർട്ടിയിൽ പാസ് ചെയ്യേണ്ടത്. ദെൻ അത് എത്ര എങ്ങനെയാണോ അത് എന്ത് പ്രോപ്പർട്ടിയാണോ അതിന്റെ അനിമേറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതായിരിക്കും ഈ പ്രോപ്പർട്ടിയിലേക്ക് പാസ് ചെയ്യുന്നത്. ഇനിയുള്ളത് ആ ഒരു പ്രോപ്പർട്ടി എങ്ങനെ ചെയ്യണം, ഇൻ ബിറ്റ്വീൻ എന്താണ് അതിന്റെ ഏതൊക്കെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്സ് എവിടെ എടുക്കണം എന്നുള്ളതാണ് എന്ത് ഈ ട്വീനിൽ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ ടു യു ആൻഡ് ദിസ് ഇസ് ഹൗ യു ക്രിയേറ്റ് എ ട്വീൻ അനിമേഷൻ. സോ അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി റീബൂട്ട് ചെയ്തു. ഇനീഷ്യലി നമ്മളുടെ ആപ്പ് ലോഡായി വന്നപ്പോൾ മുകളിൽ നിന്ന് പതുക്കെ എന്ത് ചെയ്തു, നമ്മളുടെ വാല്യൂ അത് താഴോട്ട് സ്ലൈഡ് ചെയ്ത് വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് ദിസ് ഷുഡ് ബി, നമുക്ക് എന്ത് വേണം, ഐ നീഡ് എ 100 വാല്യൂ. ഒന്നുകൂടി താഴത്തേക്ക് ഇറങ്ങണം. ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഭംഗിയായിട്ട് എന്ത് ചെയ്യും, താഴത്തേക്ക് അനിമേറ്റ് ചെയ്ത് വരുന്നത് കാണാം. Okay, and this is how you create a tween animation. Okay, and let me reboot this thing. ഒന്നുകൂടി ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി റീബൂട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്ക്, ജസ്റ്റ് നമ്മൾ ആപ്പ് ലോഡായി വരുന്നു. ആൻഡ് ഇത് 2 seconds ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയും ഡ്യൂറേഷൻ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് റെഡ്യൂസ് ചെയ്യാം. ഞാൻ റെഡ്യൂസ് ചെയ്തു. ലെറ്റ് മീ റീബൂട്ട് ദാറ്റ് ആൻഡ് ഒന്നുകൂടി ഞാൻ റൺ ചെയ്തു. ഓക്കെ, ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, മറ്റേത് ഭയങ്കര സ്ലോ ആയിരിക്കും, ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, അനിമേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ട്വീൻ അനിമേഷൻ. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. ഇനി നമ്മൾ നോക്കുന്നത് ഹീറോ അനിമേഷൻസ് ആണ്. അത് ഹീറോ അനിമേഷൻസ് വെരി സിമ്പിൾ ആണ്. അതായത് നമുക്ക് ഈ പേജിൽ നിന്ന് ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പുറത്തെ പേജിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു സഡൻ ട്രാൻസിഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഹീറോ അനിമേഷൻ ഉപയോഗിച്ച് ഈ പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് ട്രാൻസിഷൻസ് നടക്കുമ്പോൾ ഈ 2 പേജിലും കോമൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഇമേജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ലാർജർ വേർഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അനിമേറ്റ് ചെയ്യണം. ഇതൊന്ന് സൂം ഇൻ അല്ലെങ്കിൽ സൂം ഇൻ ചെയ്ത് പോകുന്ന രീതിയിൽ, മിനിമൈസ് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ സൂം ഔട്ട് ചെയ്ത് ഇവിടെ തന്നെ വന്നിരിക്കുന്ന രീതിയിൽ അനിമേഷനാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ ഹീറോ അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 കാര്യങ്ങളും ഈ 2 ഒബ്ജക്റ്റും 2 സ്ക്രീനിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഹീറോ അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ വിഡ്ജറ്റ് ഫൈൻഡ് ചെയ്യുക, ദിസ് തിങ്. അപ്പോൾ അത് നമ്മൾ ബിൽഡ് ടൈലിലാണ്. ബിൽഡ് ടൈലിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് എവിടെയാണ് കൊടുത്തു നോക്കുക, ഇതാണ് ആ ഇമേജ്. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു റാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ് കോൾഡ് ഹീറോ. ഓക്കെ, ആൻഡ് ഹീറോ. ഓക്കെ, അതിന് ഇവിടെ ഒരു ചെറിയ എറർ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഹീറോയിൽക്ക് ടാഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടാഗ് ഫ്ലട്ടറിന് അറിയണം ഈ ഇമേജ് ആണ് അപ്പുറത്ത് വലുതായി കാണിക്കേണ്ട ഇമേജ്, അല്ലെങ്കിൽ ഇവിടുന്ന് മിനിമൈസ് ചെയ്യുമ്പോൾ അനിമേറ്റ് ചെയ്യേണ്ടത് ഈ സ്ക്രീനിലുള്ള ഈ സെയിം 2 ഒരേ ഇമേജ് ആണെന്ന് ഫ്ലട്ടറിന് അറിയണം. അപ്പോൾ നമുക്കൊരു ടാഗ് കൊടുക്കാം ആ ഇമേജിന്. ആൻഡ് റിമെമ്പർ, ഇപ്പൊ ഇതിനകത്ത് 1, 2, 3, 4 ഇമേജ് ഉണ്ട്. ഈ ഓരോ ടാഗും യുണീക്ക് ആയിരിക്കണം. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ആക്ടിവിറ്റി ഹൈഫൺ ഇമേജ് എന്നൊരു ടാഗ് കൊടുത്തു. അപ്പൊ ഞാൻ ഈ എവിടെ ക്ലിക്ക് ചെയ്താലും ഈ ടാഗ് സെയിം ആയിരിക്കും. പക്ഷെ നമുക്ക് ഇതിനകത്തൊരു യുണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ആക്ടിവിറ്റി ഡോട്ട് അതിന്റെ ഇമേജിന്റെ പേരും കൂടി നമുക്ക് പിക്ക് ചെയ്യാം. ആക്ടിവിറ്റി ഡോട്ട് ഇമേജ് URL. അപ്പോൾ ആക്ടിവിറ്റി IMG ഹൈഫൺ ദാറ്റ് ഇമേജ്. അപ്പോൾ ഓരോന്നും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് ടാഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതേ കാര്യം എന്ത് ചെയ്യണം, അപ്പുറത്തെ പേജ്, ഇതിന്റെ ഡീറ്റെയിൽസ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇമേജ് നമുക്ക് ഇവിടെയും കാണാം. ഇതാണ്. അപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ്, ആ ഹീറോ വിഡ്ജറ്റ് വെച്ച് എന്ത് ചെയ്യാണ്, റാപ്പ് വിത്ത് ദിസ് ഹീറോ വിഡ്ജറ്റ്. ഓക്കെ, ആൻഡ് ഈ സ്മോൾ ലെറ്റർ ആണ് ഹീറോ വിഡ്ജറ്റ്. ഓക്കെ, ഇവിടെയും എന്ത് കൊടുക്കണം, ടാഗ് കൊടുക്കണം. ദെൻ ഓൺലി ഫ്ലട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദീസ് 2 തിങ്സ് ആർ സിമിലർ, അല്ലെങ്കിൽ ഒരേ കാര്യമാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ആ ടാഗ് പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഈ ആക്ടിവിറ്റി ഒബ്ജക്റ്റ് ഇവിടെ നമുക്ക് ആക്സസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്സസ് ചെയ്ത്. സ്റ്റേറ്റ്ഫുൾ ആണെങ്കിൽ വിഡ്ജറ്റ് ഡോട്ട് ആക്സസ് ചെയ്യണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എഴുതി. ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ് ആൻഡ് ലെറ്റ്സ് ട്രൈ ടു ക്ലിക്ക് ഓൺ ദിസ് തിങ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇമേജ് അനിമേറ്റ് ചെയ്ത് വന്നു, ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക്
ഇപ്പോൾ കണ്ടോ, ജസ്റ്റ് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വന്നു. ആൻഡ് ഇവിടെ ഓക്കെ, ഐ തിങ്ക് ഐ ഡോണ്ട് നീഡ് ദിസ് clip or rect in my details page. ഇവിടെ you don't need this. Remove this widget. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ ഈ ക്ലിപ്പ് ആ റെക്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നീഡ് ദാറ്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ജസ്റ്റ് അതൊന്ന് സൂം ഇൻ ചെയ്ത് വരുന്ന പോലെ തോന്നില്ലേ? ജസ്റ്റ് ബാക്ക് അടിക്കുമ്പോൾ അത് ഇവിടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് അതേപോലെ വരുന്നുണ്ട്. ഞാൻ എക്സ്പാൻഡ് ചെയ്തു, തിരിച്ചിവിടെ സൂം ഔട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത് ഹീറോ അനിമേഷൻ. നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പെട്ടെന്ന് ഉണ്ടായിരുന്ന ആ ഒരു ട്രാൻസിഷനേക്കാളും നല്ലത് എന്താണ്, ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് സൂം ഇൻ സൂം ഔട്ട് ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യിക്കാം. ഓർക്കേണ്ട കാര്യം, ഹീറോ അനിമേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, പക്ഷേ ഈ ടാഗ് യുണീക്ക് ആയിരിക്കണം. ഓരോ ഇമേജിനും ഡിഫറെന്റ് ടാഗ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫൈൻഡ് സം ലോജിക് ടു ജനറേറ്റ് എ ടാഗ്. Okay, then pass the tag in both the screens. Then that will automatically animate. And ഈ ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഫ്ലട്ടർ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഹീറോ അനിമേഷൻസ് ഉള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറോ അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഇപ്പൊ നമ്മൾ ചെയ്ത ആനിമേഷൻസ് ഒക്കെ ഇംപ്ലിസിറ്റ് അനിമേഷൻസ് ആണ്. ദാറ്റ് മീൻസ് അതിലുള്ള കോംപ്ലക്സിറ്റി ഒക്കെ ഫ്ലട്ടർ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഒന്നുകൂടി കൺട്രോൾ കിട്ടണം നമ്മളുടെ അനിമേഷൻ്റെ പുറത്ത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലിസിറ്റ് അനിമേഷൻസ് ഉപയോഗിക്കേണ്ടി വരും വിത്ത് ഹെൽപ്പ് ഓഫ് അനിമേഷൻ കൺട്രോൾ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എക്സ്പ്ലിസിറ്റ് അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു കൺസെപ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ഡാർട്ടിലെ മിക്സിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, സം ഓഫ് യു മേ ഫെമിലിയർ വിത്ത് ദ കൺസെപ്റ്റ് മിക്സിൻസ്. And if you don't know exactly what is mixin, I'll explain what is mixin. Okay, so ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഡോട്ട് പാഡ് ഒന്ന് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടി. ആൻഡ് ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ പാഡ്. Okay, I'm going to remove all these codes. Okay, let me create a class that is, you can create a class called user. Okay, and okay, user can have a property, and this should be void post comment. Okay, so simple, let me print user can post a comment. Okay, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ യൂസർ ഡോട്ട് യുൽ ഗെറ്റ് ആക്സസ് ടു ദാറ്റ് പോസ്റ്റ് കമൻറ്റ്, ആൻഡ് ഇഫ് ഐ റൺ ദിസ് യുൽ ഗെറ്റ് പോസ്റ്റ് എ കമൻറ്റ് എന്ന് ഇവിടെ കിട്ടും. ഓക്കെ, വാട്ട് ഇഫ് ദർ ഈസ് അനദർ യൂസർ ആൻഡ് സി സപ്പോസ് യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് വേണം, യൂസർക്കല്ല, നമുക്കൊരു മോഡറേറ്റർ ഉണ്ടാക്കാം. ക്ലാസ് കോൾഡ് മോഡറേറ്റർ. ഓക്കെ, മോഡറേറ്റർ ക്യാൻ ഡിലീറ്റ് എ പോസ്റ്റ്. ഓക്കെ, പോസ്റ്റ് void delete post. Okay, and this is going to print something like delete post. Delete a post. See, what if the user, the moderator can post a comment. മോഡറേറ്റർക്ക് കമൻറ്റ് പോസ്റ്റ് ചെയ്യാനും പറ്റും, അത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഡാട്ടിലെ ഇൻഹെറിറ്റൻസ് നമുക്ക് ഉപയോഗിക്കാം. ഈ മോഡറേറ്റർ ക്ലാസ് ദാറ്റ് ഈസ് എക്സ്റ്റെൻസ് കീവേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസറിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മോഡറേറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനും പറ്റും, പോസ്റ്റ് ചെയ്യാനും പറ്റും. ലെറ്റ്സ് ക്രിയേറ്റ് എ മോഡറേറ്റർ ഒബ്ജക്റ്റ് ഹിയർ. സോ മോഡറേറ്റർ dot you can post a comment. Moderator can post a comment like this, and also moderator can, where object moderator can ചെയ്യാൻ പറ്റും delete comment, delete a post. It's not delete a post, it should be a comment. Okay,
he can delete a comment. Okay, and now if I run this, you'll get post a comment and delete a comment. Okay, then ഇതിനകത്ത് പബ്ലിഷർ എന്ന് പറയുന്ന വേറൊരാളാണ് വിചാരിക്കുക. ഇതിനകത്ത് നമ്മൾ ഈ സിസ്റ്റത്തിൽ ക്ലാസ് യു ക്യാൻ ഹാവ് എ പബ്ലിഷർ. ഓക്കെ, പബ്ലിഷർ എന്ന് പറയുന്ന ഒരാളുണ്ട്. പബ്ലിഷർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പബ്ലിഷർക്ക് ഒരു പുതിയ പോസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി എ മെത്തേഡ് void can publish a post. Publish post. Okay, so let me print publish post. Okay, publish post publish ചെയ്ത ആൾക്ക് publisher, what is the error? And I don't need this is a class. Okay, പബ്ലിഷ് ചെയ്ത ആളെന്ന് പറയുന്നത് പബ്ലിഷർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കമന്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ദിസ് ഷുഡ് ബി എക്സ്റ്റെൻസ് ഫ്രം യൂസർ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു പബ്ലിഷർ ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് യു ക്യാൻ കോൾ പബ്ലിഷർ ഡോട്ട് ഹി ക്യാൻ പബ്ലിഷ് എ പോസ്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? that user can, or publisher can, you'll get that publisher dot, you'll get post a comment. ഇയാൾക്ക് ഒരു കമന്റും പോസ്റ്റ് ചെയ്യാൻ പറ്റും. Okay, that is okay. Now this is okay, and let me add one more complexity. I can have an admin here. Admin. Okay, then admin എന്ത് ചെയ്യാൻ പറ്റണം? അഡ്മിന് ഇതിനകത്ത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒന്ന് അഡ്മിന് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാൽ അഡ്മിൻ എക്സ്റ്റെൻസ് ഫ്രം മോഡറേറ്റർ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മോഡറേറ്റർ. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഇത്ര ഞാൻ എഴുതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അഡ്മിൻ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻ ഡോട്ട്, this should be small letter, admin dot, he can delete a comment, post a comment. Okay, അത് ഇവിടുന്ന് വന്നാണ്. പോസ്റ്റ് എ കമന്റ് മോഡറേറ്റർ എന്നാണ് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നത് അഡ്മിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മോഡറേറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നത് യൂസർ എന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമന്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് മോഡറേറ്ററിനകത്ത് എന്തുണ്ട്? ഒരു കമന്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വാട്ട് ഇഫ് ദിസ് അഡ്മിൻ നീഡ്സ് ടു പബ്ലിഷ് എ പോസ്റ്റ്? അഡ്മിൻ എന്ത് ചെയ്യണം? ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്വിയസ്ലി അഡ്മിന് റൈറ്റ് നൗ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമന്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്മിൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമന്റ് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് അഡ്മിൻ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നത് മോഡറേറ്റർ എന്നായതുകൊണ്ട് മോഡറേറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നത് എവിടെ നിന്നാണ്? യൂസർ എന്നാണ്. അതുകൊണ്ട് പോസ്റ്റ് കമന്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് തിങ് ഇസ് കോൾഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സപ്പോസ് ഈ അഡ്മിൻ ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഡാറ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് കൊണ്ടുവരാൻ കഴിയില്ല. അതായത് ഒരു ക്ലാസ് ഒന്നിലധികം ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്ത് വരാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പോസിബിൾ അല്ല. അപ്പോഴാണ് ഡാറ്റിലെ മിക്സിൻസ് എന്ന് പറയുന്ന ആള് ഇവിടേക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അഡീഷണൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അഡീഷണൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം യൂസിങ് ദാറ്റ് മിക്സിൻ. സോ ലെറ്റ് മീ ക്രിയേറ്റ് എ മിക്സിൻ ഹിയർ. നമുക്കൊരു മിക്സിൻ ക്രിയേറ്റ് ചെയ്യാം. മിക്സിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? യു ക്യാൻ യൂസ് എ കീവേഡ് കോൾഡ് മിക്സിൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി സ്മോൾ ലെറ്റർ. ആൻഡ് റിമൂവ് ദിസ് ഈസ് സ്മോൾ ലെറ്റർ. മിക്സിൻ എന്നുള്ള കീവേഡ് ഉപയോഗിക്കാം. ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് എ മിക്സിൻ ക്യാൻ പബ്ലിഷ് എന്ന് പറയുന്ന ഓർ പബ്ലിഷ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു മിക്സിൻ ഉണ്ടാക്കി. ആൻഡ് ദാറ്റ് ഈസ് എ മിക്സിൻ. ഇറ്റ് ഈസ് മിക്സിന്റെ സ്പെഷ്യാലിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല? യു കാൺ ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദിസ് മിക്സിൻ. മിക്സിന്റെ ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ ഒക്കെ ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ദീസ് ആർ ദ ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ ഒബ്ജക്ട്. ക്ലാസിന്റെ ഇൻസ്റ്റൻസിനാണ് നമ്മൾ ഒബ്ജക്ട് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മിക്സിൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ മിക്സ് ഇൻ ദാറ്റ് വിത്ത് അനദർ ക്ലാസ്. ഇതിനെ നിങ്ങൾക്ക് വേറൊരു ക്ലാസ്സുമായി മിക്സ് ഇൻ ചെയ്യാം. അതുകൊണ്ടാണ് ആ പേര് മിക്സ് ഇൻ. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇപ്പൊ ഒരു പബ്ലിഷർക്ക്
ഇവിടെ ഞാൻ എഴുതുകയാണ് എന്ത് ഇതിനകത്ത് മിക്സിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യാണ് ഒരു ഈ സാധനത്തെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ നിന്ന് എടുത്തു എന്നിട്ട് ഇവിടെ കൊണ്ടിട്ടു. ഓക്കെ, മിക്സിനകത്ത് അതായത് പബ്ലിഷ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യാം. ഇവിടെ ആർക്കൊക്കെ പോസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റും? പബ്ലിഷർക്കും പബ്ലിഷ് ചെയ്യാൻ പറ്റണം, അഡ്മിനും പബ്ലിഷ് ചെയ്യാൻ പറ്റണം. നേരത്തെ നമ്മൾ സെനാരിയോയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്യിക്കാം. പക്ഷെ അഡ്മിൻ ഇവിടെ നിങ്ങൾക്ക് ഒരു കോമ ഇട്ടിട്ട് ബാക്കിയുള്ള ലാംഗ്വേജിൽ പൈത്തൺ ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോസിബിൾ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യു കാൺ ഡു ദിസ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് സംതിങ് കോൾഡ് മിക്സിൻ. വിത്ത് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിക്സിൻസ് ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഈ മിക്സിനെ എഴുതി. ഈ മിക്സിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് കൊണ്ടുവന്നു. ക്യാൻ പബ്ലിഷ് ആർട്ടിക്കിൾ എഴുതി. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്കും പബ്ലിഷ് ചെയ്യാൻ പറ്റണം, പബ്ലിഷർക്കും പബ്ലിഷ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി സ്പെസിഫിക് മെത്തേഡ്സ്. നിങ്ങൾക്ക് കുറേ കോഡ് പിന്നെ എഴുതുന്ന ഒഴിവാക്കാം. ദെൻ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് മിക്സിന് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒന്നും എറേഴ്സ് ഇല്ല. അഡ്മിൻ ക്യാൻ പോസ്റ്റ് എ കമന്റ്, അഡ്മിൻ ക്യാൻ ഡിലീറ്റ് എ കമന്റ് ആൻഡ് പബ്ലിഷർ ക്യാൻ പബ്ലിഷ് എ പോസ്റ്റ്. ദെൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, you can even publish, admin can even publish a post, admin dot. Okay, then you can see can publish post. Okay, so ഇതാണ് മിക്സിൻ എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, മിക്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മിക്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് മിക്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ പറ്റും. സിംപ്ലി അഡീഷണൽ പ്രോപ്പർട്ടീസ് നമ്മൾ പാസ് ചെയ്യുന്നതാണ് മിക്സിന് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഡാട്ടിലെ കീവേഡ് മിക്സിൻ എന്നുള്ള കീവേഡാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ സിമ്പിൾ സെനാരിയോ. യു ക്യാൻ റീഡ് മോർ അബൌട്ട് മിക്സിൻസ് ഇൻ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ. അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞതാണ്, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും ഇഫ് യു ആർ വാച്ചിങ്, ഇഫ് യു ആർ റീഡിങ് ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൗ യു യൂസ് മിക്സിൻസ് വിത്ത് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് all these things. This last one, the മൂന്നെണ്ണം എന്താണ്, admin can post a comment, delete a comment, he can publish a post, and you have a typo here, this should be publish pu. Okay, and run it again and publish ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത്, മിക്സിൻ എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ് അനിമേഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, വി ആർ യൂട്ടിലൈസിങ് ദിസ് മിക്സിൻ. ഓക്കെ, ഇത്ര നേരം നമ്മൾ ചെയ്തതൊക്കെ എന്താണ്, ഇംപ്ലിസിറ്റ് അനിമേഷൻസ് ആണ്. ഓൾ ദ ഹെവി ലിഫ്റ്റിംഗ് ഓഫ് ദാറ്റ് അനിമേഷൻ ഈസ് ഡൺ ബൈ ഫ്ലട്ടർ. But right now we are going to make more control over our animations using explicit animations. Okay. നമുക്ക് ഇനി ചെയ്യാനുള്ളത് എക്സ്പ്ലിസിറ്റ് അനിമേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അനിമേഷൻ കൺട്രോളർ എഴുതിയിട്ട് നമുക്ക് കുറച്ച് അനിമേഷൻസ് ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്, നമുക്ക് ഈ ഹാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം, റെഡ് ആയി മാറണം. ഓൾറെഡി ഫേവറേറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, തിരിച്ച് പഴയ പോലെ ഗ്രേ ആവണം. ആൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു ജസ്റ്റ് അതൊന്ന് ഒരു പൾസേറ്റ് ചെയ്യുന്ന എഫക്റ്റും ക്രിയേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു യൂട്ടിലൈസ് ദ അനിമേഷൻ കൺട്രോളർ. സോ ഗോ ആൻഡ് ക്രിയേറ്റ് an animation controller that should be underscore controller. Okay, and inside the init state I'm going to initialize that controller. Then that should be underscore controller equal to, that should be animation controller, and you have a property called vsync. Okay, that means we need to have utilize a mixin. So I'm going to write a mixin here, and this should be not here, no, this here, using the with keyword, single ticker provider state mixin. Okay, this is the mixin we are going to, we already talked about what is mixin. Then ini namukku endu cheyanam, and ee mixine aanu endu cheyendathu, I am going to pass that mixin here. Okay, now we can create something here, underscore controller dot forward. Okay, and this is nullable dot forward. Okay, then and this method is actually starting the animation or starting that controller. Then you can have that controller dot add even listener. That means every time the clock ticks, the controller is spitting some values. So you want to know what are the values. So ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ let me have that controller dot value. Okay, and
you can pass one more variable here, duration, that is duration, and this should be milliseconds, 500 milliseconds. Okay, then put a null operator here, controller dot value. Okay, so from in between this, starting from 0 to 500 seconds, this ticker is going to provide you some values, and you can utilize that values for doing something. And our intention is change some colors. I want to change the colors when uh, when a user clicks here. അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഗ്രേ കളറിൽ നിന്ന് റെഡ് കളറിലേക്ക് മാറണം, 500 മില്ലി സെക്കൻഡ്സ് കൊണ്ട് മാറണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഇവിടെ ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇവിടെ കിട്ടുക നോക്കാം. അതായത് നമ്മളുടെ ഈ പേജിൽ വന്നു, ലെറ്റ് മീ ക്ലിക്ക് ഹിയർ. യു ക്യാൻ സി, ഇവിടെ കണ്ടോ ഇതെന്ത് ചെയ്തു, ആ ഒരു 500 മില്ലി സെക്കൻഡ് കൊണ്ട് 0 to 1 എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂവിലേക്ക് എത്തി. ആൻഡ് ഇവിടെ you can utilize that value. See, ഇപ്പോൾ നമുക്ക് ഈ കളറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് സംതിങ് കോൾഡ് എ കളർ ട്വീൻ. സോ ലെറ്റ് മീ ക്രിയേറ്റ് an animation here. Let me create a animation. Okay, and the type എന്ന് പറയുന്നത് color ആണ്, type color. Then I'm going to have a color animation. Okay, and this is also nullable. Then let's define that color animation inside our init state. So I'm going to create a color animation here. So underscore color animation equal to, and this should be a color tween. Actually we are changing from gray to red, so I'm going to have a color tween, and that is beginning എന്ന് പറയുന്നത് that should be colors dot gray ആണ്. Okay, then let's have a 400 value. Then ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് എൻഡ് ചെയ്യേണ്ടത് എവിടെയായിരിക്കും, നമ്മളുടെ colors dot redലാണ്, colors dot red. Okay, and obviously you have error, and എന്ത് ചെയ്യണം, this is just a tween, we need to animate this thing, animate, and you have to pass the controller here, controller. Okay, and put a semicolon here. Now what is the problem here, and color tween ആണ്, animation can't be assigned to color animation. This should be color tween, begin colors dot gray, end colors dot red, animate underscore controller, and color animation. Let me check that what is error, and the error is value of animation can't be assigned to the value of color. And how can you fix that? Add a cost as animation. Let me fix this like this. Okay, let's try to fix it. I have an error here, and you need to have a cost color tween begin ചെയ്തത്, and then color animation equal to underscore color animation equal to color, and we have animation here, animation that is color, and color animation. And why it is not getting here, underscore color animation. നമ്മുടെ കളർ അനിമേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു കളർ ട്വീൻ എന്ത് ചെയ്തു, നമ്മളിവിടെ പാസ് ചെയ്തു, ആൻഡ് എന്നിട്ട് നമ്മൾ അതിനെ അനിമേറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ ചെറിയ കറക്ഷൻ ഉള്ളത്, പുട്ട് എ null operator here, that is if you omit this thing you will get an error here, so have a null operator here. Then let's run this. ഇത് ഞാൻ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ കളർ ചേഞ്ച്. ആ 0 to അല്ലെങ്കിൽ 500 മില്ലി സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇൻ ബിറ്റ്വീൻ കളേഴ്സ്, അതായത് ഓരോ ടിക്കർ ഓരോ വാല്യൂ സ്പിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓരോ കളേഴ്സ് എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്ത് തരും. ആൻഡ് യു ക്യാൻ യൂട്ടിലൈസ് ദാറ്റ് കളേഴ്സ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കളർ അനിമേഷൻ ഡോട്ട് വാല്യൂ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ആക്ച്വലി വേണ്ടത് എന്തായിരിക്കും, യു ആക്ച്വലി നീഡ്
ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഈ പേജ് ലോഡ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ദാറ്റ് വാല്യൂ. സോ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിന് പകരം നമ്മളുടെ അണ്ടർസ്കോർ കളർ അനിമേഷനെ കോൾ ചെയ്യാണ്. കളർ അനിമേഷൻ ഡോട്ട് വാല്യൂ എന്ന് വിളിച്ചു. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ nullable thing. So put a null operator here. ഓക്കെ, നൾ ചെക്ക് ആഡ് ചെയ്തു. ഇനി നോക്കുക, ഇനി ഞാനിവിടെ വന്നിട്ട് റീബൂട്ട് ചെയ്തു. ആൻഡ് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, റീലോഡ് ചെയ്ത് വന്നു. ദെൻ യു ആർ നോട്ട് ഗെറ്റിംഗ് ദ വാല്യൂ. വൈ? ഓക്കെ ഓക്കെ, ഞാനിവിടെ വന്നു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, യു ആർ നോട്ട് ഗെറ്റിംഗ് ദ വാല്യൂ. ബിക്കോസ് എന്ത് ചെയ്യുന്നില്ല, ഈ വാല്യൂ ചേഞ്ച് ചെയ്തു, പക്ഷെ ഈ ബിൽഡ് മെത്തേഡ് ഒന്നുകൂടി റൺ ആയാലുള്ള ഇതിനകത്ത് ചേഞ്ച് ആയ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ലെറ്റ് മീ ആഡ് എ സെറ്റ് സ്റ്റേറ്റ് ഹിയർ. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ആഡ് എ സെറ്റ് സ്റ്റേറ്റ് ഹിയർ ആൻഡ് സേവ് ദിസ് ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്തു, ഒരു സെറ്റ് സ്റ്റേറ്റ് ആഡ് ചെയ്തു. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, കളർ ചേഞ്ച് ആയി. പക്ഷേ നമുക്ക് ഇതല്ലല്ലോ വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ കളർ മാറണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു കോൾ ദാറ്റ് അണ്ടർസ്കോർ കൺട്രോളർ ഡോട്ട് ഫോർവേഡ് ഹിയർ. ഇവിടെ ഞാൻ കോൾ ചെയ്തു. ഓക്കെ, നമ്മൾ ഇനിറ്റ് സ്റ്റേറ്റിലാണ് കോൾ ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഈ ക്ലിക്കിൽ ഇവിടെ ഞാനിത് കമൻറ്റ് ചെയ്തു. ആൻഡ് സെറ്റ് സ്റ്റേറ്റ് ഒന്നുമില്ല, ഞാനിവിടെ സേവ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, റീബൂട്ട് ചെയ്തു, ആപ്പ് ഒന്ന് റീബൂട്ട് ചെയ്തു, റൺ ചെയ്തു. ആൻഡ് ഐ എം ഗോയിങ് ടു ക്ലിക്ക് ഹിയർ. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, ഫോർവേഡ് ഈ അനിമേഷനോട് വർക്ക് ചെയ്തു, പക്ഷേ ഇത് ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഐ എം ഗോയിങ് ടു കോൾ ദിസ് ഇൻസൈഡ് എ സെറ്റ് സ്റ്റേറ്റ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. ഓക്കെ, ദെൻ റീലോഡ് ദിസ് തിങ്. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് ദ സ്ക്രീൻ അഗെയിൻ ആൻഡ് ഐ എം ഗോയിങ് ടു ക്ലിക്ക് ഹിയർ. നൗ യു ക്യാൻ ക്ലിക്ക് ഹിയർ, ബട്ട് ഇറ്റ്സ് നോട്ട് ചേഞ്ചിങ്. നമ്മളുടെ വാല്യൂ ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്തായിരിക്കും വേണ്ടി വരിക, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നമ്മളിതിനെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇതൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. ദെൻ ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഐ എം ഗോയിങ് ടു ഹാവ് ആൻ അനിമേറ്റഡ് ബിൽഡർ. ഒരു അനിമേറ്റഡ് ബിൽഡറിനെ ഞാൻ കോൾ ചെയ്യണം. അപ്പോൾ ആൻഡ് അത് ചെയ്യാൻ വേണ്ടി ദിസ് ഇസ് ഗോയിങ് ടു ലെറ്റ് മീ കമൻറ്റ് ദിസ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിൽ റീറൈറ്റ് ദിസ് തിങ് ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു റിട്ടേൺ an animated builder. അനിമേറ്റഡ് ബിൽഡർ ആണ്. അതിന് ഒബ്വിയസ്ലി ഇതിന് എന്തുണ്ട്, അനിമേഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ എഴുതിയ കസ്റ്റം കൺട്രോളർ ആണ് വേണ്ടത്. സോ പാസ് ദാറ്റ് കൺട്രോളർ ഹിയർ, കൺട്രോളർ. ദെൻ ബിൽഡർ എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് ഗോയിങ് ടു ബിൽഡർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ട്. ദെൻ രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ആൻഡ് ദ ചൈൽഡ്. ദെൻ എന്ത് ചെയ്യണം, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ. ഇവിടെ ഈ കൺട്രോളർ, അനിമേഷൻ കൺട്രോളർ, ദിസ് ഈസ് എ ലിസണബിൾ തിങ്, അണ്ടർസ്കോർ കൺട്രോൾ. ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. അനിമേറ്റഡ് ബിൽഡർ ആണ്. ദെൻ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ ആൻഡ് ഐ നീഡ് an icon button, this thing, and let me paste it here and uncomment all these things. Okay, and put a semicolon here. ഇതാണ് നമ്മളുടെ എന്ത്, ബിൽഡ് കോണ്ടെക്സ്റ്റ്. ദെൻ വി ഹാവ് ദ ചൈൽഡ് പ്രോപ്പർട്ടി ആൻഡ് വിൽ ഫിക്സ് ദിസ്. ദെൻ ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഇനി നമുക്ക് അനിമേഷൻ നമ്മൾ പാസ് ചെയ്തു, ബിൽഡർ പാസ് ചെയ്തു, വാല്യൂ ഇവിടെ ഉണ്ട്. ആൻഡ് ലെറ്റ്സ് ഫിക്സ് ദിസ് തിങ്. The argument type animation control can't be assigned to the parameter type listenable. Okay. And this, let me add a null check here. Okay, let me reboot this thing and still have an error. Where is that error? Animated builder. Okay. That is a return statement. And don't forget to add that. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഒരു ലിസണർ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാനിത് റീബൂട്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു, നമുക്കിത് ക്ലിക്ക് ചെയ്തു, നമുക്ക് ഈ പേജ് വന്നു. ഇനി നമുക്ക് എന്ത് വരണം, ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്, ദിസ് ഓൾഡ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫ്രം ഹിയർ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഐ നീഡ് ടു കോൾ ദാറ്റ് അണ്ടർസ്കോർ കൺട്രോളർ ഡോട്ട് ഫോർവേഡ്. ഓക്കെ, ഇതിനെ കോൾ ചെയ്തു. Okay, and once again I am going to reboot this thing. ഒന്നുകൂടി റീബൂട്ട് ചെയ്തു.
but still you are going to get the initial page and click here, and if I click here, now you can see it is changed. പക്ഷേ നമുക്ക് ഒന്നുകൂടി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരില്ല, നിങ്ങൾക്ക് ഇത് പഴയ സ്റ്റേറ്റിലേക്ക് പോകില്ല. ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഒന്നുകൂടി റീബൂട്ട് ചെയ്തു, എന്നിട്ട് ആപ്പ് എടുത്തു, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, അത് പതുക്കെ എന്ത് ചെയ്തു 500 millisecond കൊണ്ട് അത് റെഡായി മാറി. ഓക്കെ, ദെൻ ഇനി നമുക്ക് അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് അതിൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യണം, ഗ്രേ കളറിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ഹാവ് സംതിങ് കോൾ ആഡ്. ഇപ്പം നമ്മൾ ആഡ് ലിസണർ ആഡ് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് എന്തുണ്ട്, നമുക്ക് ഈ കൺട്രോളർ ഡോട്ട് ആഡ് സ്റ്റാറ്റസ് ലിസണർ ഉണ്ട്. ദാറ്റ് മീൻസ് ഈ അനിമേഷൻ കംപ്ലീറ്റ് ആയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ചെക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസ് ലിസണറിനെ നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഇവിടെ എന്തായിരിക്കും നമുക്ക് വേണ്ടി വരുന്നത്, ഇവിടെ എന്തായിരിക്കും ഉള്ളത്, മാൻഡേറ്ററി ആയിട്ട് സ്റ്റാറ്റസ് കാൺ ബി അൺകണ്ടീഷണലി ഇൻവോക്ക്, സോ യു ക്യാൻ ഹാവ് അൺകണ്ടീഷണലി ഇൻവോക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് ലിസണറിനകത്ത് യു ക്യാൻ _controller dot status this thing. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. print _controller dot status. Okay, and let me reboot this thing again and click here, then click on this thing. Now you can see animation status completed. അതായത് ആ ഒരു അനിമേഷൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് അനിമേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ബൂൾ വേരിയബിൾ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് സംതിങ് കോൾ ആൻഡ് സ്റ്റാറ്റസ്. യു ഹാവ് എ സ്റ്റാറ്റസ് ഹിയർ. സ്റ്റാറ്റസ് ഈക്വൽ ടു അനിമേഷൻ സ്റ്റാറ്റസ് ഡോട്ട് കംപ്ലീറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊരു സെറ്റ് സ്റ്റേറ്റിനെ കോൾ ചെയ്യാം, സെറ്റ് സ്റ്റേറ്റ്. Okay, and let me declare a variable here, and this should be a bool variable. Bool എന്ത് പേരുകളും കൊടുക്കാം. നമുക്കിവിടെ ഫേവറേറ്റ് ആയിക്കണല്ലേ, ഈസ് ഫേവറേറ്റ് ഈക്വൽ ടു ഇനീഷ്യലി ദാറ്റ് ഈസ് ഫാൾസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെക്ക് ചെയ്യുകയാണ്, അനിമേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇപ്പോൾ അയാൾ ഫേവറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഫേവറേറ്റ് ഈക്വൽ ടു let me make this true. And അതല്ലെങ്കിൽ ഇഫ് അനിമേഷൻ സ്റ്റാറ്റസ്, ഇനി ഇതിനകത്തുള്ളത് അനിമേഷൻ സ്റ്റാറ്റസ് ഡിസ്മിസ്ഡ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സ്റ്റാറ്റസുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഇഫ് സ്റ്റാറ്റസ് ഈക്വൽ ടു അനിമേഷൻ സ്റ്റാറ്റസ് ഡോട്ട് ഡിസ്മിസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, സെറ്റ് സ്റ്റേറ്റ് അണ്ടർസ്കോർ that favorite, no, not underscore, is favorite equal to that is false. Okay, false, that is okay. Then ഇനി ഇതാണ് നമ്മളുടെ നമ്മളുടെ സ്റ്റാറ്റസ് ലിസണറിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതിയ ആഡ് സ്റ്റാറ്റസ് ലിസണർ. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതൊക്കെ എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എവിടെ വരണം, ഇതിൻ്റെ ഓൺ പ്രസ്സിൽ വന്നിട്ട് വി ഹാവ് ടു ചെക്ക്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്യണം. ആരെ ചെക്ക് ചെയ്യണം, നമ്മളുടെ ഈസ് ഫേവറേറ്റ് എന്നുള്ള വേരിയബിളിനെ ചെക്ക് ചെയ്യണം. അതിൽ ട്രൂ ആണെങ്കിൽ എന്താണ്, ഓൾറെഡി ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈസ് ഫേവറേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് സംതിങ് കോൾഡ് കൺട്രോളർ ഡോട്ട് റിവേഴ്സ്. നമ്മൾ ഫോർവേഡ് ചെയ്തല്ലോ, അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റിവേഴ്സ്, പഴയ സ്റ്റേറ്റിലേക്ക് you can go to the previous state. Then അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, _controller dot forward. Okay, and put a semicolon here, and let me reboot this thing and let's try to implement this. Okay, and now you got the value, your app is running here, and if I click here, you got that icon, and if I click again, that will go back to the previous state, and if you click again, that will come back. And this is how you do that like an unlike operation. Okay, അപ്പോൾ എന്താണ് നമ്മൾ എഴുതിയത്, നമ്മൾ കൺട്രോളർ ഡോട്ട് റിവേഴ്സ് എഴുതി, അതിൻ്റെ സ്റ്റാറ്റസ്, ആ കൺട്രോളറിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു ആഡ് സ്റ്റാറ്റസ് ലിസണർ വെച്ചിട്ട്. എന്നിട്ട് ആ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാണ്ട്,
നമുക്ക് ചെയ്യാനുള്ള എന്താണ്, ഈ സൈസ് എന്ന് പറയുന്ന വേരിയബിൾ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഈ ഐക്കൺ ഒന്ന് പൾസേറ്റിംഗ് എഫക്റ്റിലേക്ക് വരണം. അപ്പോൾ അതിനെന്തായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും നമുക്ക് അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് എന്തുണ്ട്, നമുക്കിവിടെ ഈ സിമ്പിളി നിങ്ങൾക്ക് ഇതിന്റെ സൈസ് ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് നമുക്ക് ആക്ച്വലി നമുക്കൊരു ടീനാണ് എഴുതേണ്ടത്, ഒരു സീക്വൻസ് എഴുതണം. ഒരു പെർട്ടിക്കുലർ സൈസിൽ നിന്ന് വേറൊരു പെർട്ടിക്കുലർ സൈസിലേക്ക് എന്ത് ചെയ്യണം, അത് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു ട്വീൻ ആണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഒരു സൈസ് കൊടുത്തേക്കാണ്. ആൻഡ് ലെറ്റ്സ് ചെക്ക് ഹൗ ക്യാൻ യു ഡു ദാറ്റ്. ഇനി നമുക്ക് നമ്മൾ ഈ ബട്ടണെ ഒന്ന് ഒന്നുകൂടി അനിമേറ്റ് ചെയ്യിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തത് ജസ്റ്റ് അതിന്റെ കളർ ചേഞ്ച് ചെയ്യണം. നമുക്കൊരു പൾസേറ്റിംഗ് എഫക്റ്റ് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇതിന്റെ സൈസാണ് എന്ത് ചെയ്യേണ്ടത്, കൂടുകയും കുറയുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നമുക്ക് ട്വീൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ലെറ്റ് മീ ക്രിയേറ്റ് അനദർ ഒബ്ജക്റ്റ് അനിമേഷൻ. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത് കളറാണ് ചെയ്തത്. ഇപ്പൊ നമുക്ക് അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ ആണ്. സൈസ് ആണല്ലോ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ ടൈപ്പിൽ ഐ എം ഗോയിങ് ടു ഹാവ് എ വേരിയബിൾ ലൈക്ക് ദിസ്. ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റ്. ദെൻ the name is size animation. You can have a size animation. Okay, now let's create. നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഐ എം ഗോയിങ് ടു ഹാവ് എ സൈസ് അനിമേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നേരത്തെ ചെയ്തതിലും ചെറിയ ഡിഫറൻസ് ഉള്ളത്, നമുക്കിവിടെ വേണ്ടത് ഒരു ട്വീൻ സീക്വൻസ്. നമ്മൾ കളർ ട്യൂനാണ് പ്രൊവൈഡ് ചെയ്തത്. അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ബിഗിനും ഒരു എൻഡും മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റോപ്സ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ട്വീൻ സീക്വൻസ് ദാറ്റ് ഈസ് ട്വീൻ സീക്വൻസ്. ഓക്കെ, ആൻഡ് ട്വീൻ സീക്വൻസ് ലിസ്റ്റ് ഓഫ് ട്വീൻ സീക്വൻസ് ഐറ്റംസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഐ എം ഗോയിങ് ടു പ്രൊവൈഡ് tween sequence item and the type is double. Okay, then that is a list. Then put a semicolon here. You have an error here and let's fix that error. Okay, now you can have e list again it accepts tween sequence item. Okay, and the size of type double. Okay, and you can provide tween എന്ന് പറയുന്നത് you can provide the tween here, tween. Okay, and begin എന്ന് പറയുന്നത് initially 30 ആണ്. then അത് എൻഡ് ചെയ്യേണ്ടത് ഒരു 50 എൻഡ് ചെയ്യണം. Okay, then the weight is actually how much time it need to spend, അതാണ് ഈ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഐ എം ഗോയിങ് ടു ഗിവ് എ 50 ഹിയർ. ഓക്കെ, ഫസ്റ്റ് ഐറ്റം നമ്മൾ എഴുതി. ഇനി ഇതേപോലെ നമുക്ക് എന്ത് വേണം, ഐ നീഡ് വൺ മോർ ഐറ്റം ആൻഡ് ദാറ്റ് ഷുഡ് ബി തിരിച്ച് ഇതേപോലെ പഴയ സ്റ്റേറ്റിലേക്ക് വരണം. അപ്പോൾ ഞാൻ 15 ഇത് 13 കൊടുത്തു ആൻഡ് ദ വെയിറ്റ് ഈസ് ആക്ച്വലി ദിസ് തിങ് ആൻഡ് ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ ആൻ അനിമേഷൻ. നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് അനിമേറ്റ് ചെയ്യിക്കണം. അനിമേറ്റ് എന്ന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ കൺട്രോളർ ഇതിലേക്ക് പാസ് ചെയ്തു. ഓക്കെ, ആൻഡ് യു ഹാവ് സം എറേഴ്സ് ഹിയർ. വാട്ട് ആർ ദ എറേഴ്സ്? ദിസ് ഇസ് ട്വീൻ സീക്വൻസ് കാൻ ബി ആൻഡ് ദിസ് വിൽ ബി ട്വീൻ സീക്വൻസ് എന്ന് പറയുന്നത് ട്വീൻ സീക്വൻസ് ഐറ്റം ആണ്. ഓക്കെ, tween sequence item and this is of type and this is of type. I just missed a bracket here. Okay, this is of tween sequence item. Okay, now you have that tween sequence. Now ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ഇവിടെ സൈസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ഇപ്പം നമ്മൾ ഫിക്സഡ് ആയിട്ടൊരു വാല്യൂ കൊടുത്തേക്കാണ്. ആൻഡ് ഇത് നമുക്ക് വരേണ്ടത് എവിടെ നിന്നാണ് വരേണ്ടത്, നമ്മളുടെ
ഈ കൺട്രോളറിൽ നിന്നും അല്ലെങ്കിൽ സൈസ് അനിമേഷൻ അണ്ടർസ്കോർ സൈസ് അനിമേഷൻ ഡോട്ട് വാല്യൂ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ, ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. Okay, now click here. Now you can see that is increased, and if you click again അത് എന്ത് ചെയ്തു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു, സൈസ് ഒന്ന് കൂടി വന്നു, ദെൻ പഴയ സ്റ്റേറ്റിലേക്ക് പോയി, സൈസ് കുറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ പൾസേറ്റിംഗ് അനിമേഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സൈസ് നമ്മൾ അനിമേഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഇവിടെ. ഓക്കെ, ആൻഡ് നൗ വി ആർ ഗോയിങ് ടു അനിമേറ്റ് ദ സൈസ്. സോ സൈസ് ഈസ് ആക്ച്വലി ഡബിൾ ആണ് സൈസ് ടൈപ്പ് വരുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്യൂൺ സീക്വൻസ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ട്യൂൺ സീക്വൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് ട്യൂൺ സീക്വൻസ് ഐറ്റംസ് ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, ആൻഡ് വി ആർ ആക്ച്വലി പ്രൊവൈഡിങ് ഡിഫറെൻറ്റ് ട്വീൻസ് ആൻഡ് ബിഗിൻ ആൻഡ് എൻഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ലെറ്റ് മീ ഗീവ് ദിസ് എ 30 ഹിയർ ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, കം ഹിയർ ആൻഡ് click here, and if you click here, okay, and you can provide equal weight for this two tweens. Okay, so this is how you create a tween sequence, and I think you got the point. And how can you create that different tween sequence? And this is ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ബട്ടൻ്റെ കേസിലാണ് ചെയ്തത്. ഇപ്പോൾ ഇതൊരു ഒരു കണ്ടെയ്നറിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കണ്ടെയ്നർ ഗ്രോ ചെയ്ത് ഷ്രിങ്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ പൾസേറ്റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ട്വീൻ സീക്വൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ട്വീൻ സീക്വൻസ്. ഇവിടെ നമ്മൾ രണ്ടെണ്ണമാണ് എഴുതി, 2 സ്റ്റേറ്റാണ് എഴുതി. ഇതേപോലെ നിങ്ങൾക്ക് എത്ര ട്വീൻ സീക്വൻസ് വേണമെങ്കിലും ഈ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഹൗ യു ക്രിയേറ്റ് ട്വീൻ സീക്വൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കേർവ്സ് ആണ്. എങ്ങനെയാണ് കേർവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത അനിമേഷൻസ് എല്ലാം സ്റ്റാർട്ടിങ് ഫ്രം എ ടു ബി, അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ലീനിയർ ആണ്. ദാറ്റ് മീൻസ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്ന ഒരു ലീനിയർ സ്പീഡിലാണ് പോയത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലട്ടറിൽ ഈ ഒരു സ്പീഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഫ്രം എ ടു ബി അത് അനിമേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് എങ്ങനെ ഇരിക്കണം, അതായത് അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കേർവ് ക്ലാസ് ഉപയോഗിക്കുന്നത്. ആൻഡ് യു ക്യാൻ ഗോ ടു ദ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് യു ക്യാൻ ചെക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കേർവ് ക്ലാസ്സസ് അവൈലബിൾ. ആൻഡ് ദർ ആർ ഇതിൽ അനിമേഷൻ്റെ ഡ്യൂറേഷനാണ് ഈ പറയുന്ന ആക്സസിൽ, ഈ എക്സ് എന്ന് എഴുതിയ ആക്സസിൽ കാണിക്കുന്നത്. ദെൻ യു ഹാവ് ടി, ദാറ്റ് മീൻസ് ഈ ടൈം ആക്സസിൽ. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് ഫ്രം 0 അത് ഈ ടൈം വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, ഇവിടെ കണ്ടോ ഈ അനിമേഷൻ നോക്ക്. ഇത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ എൻഡ് ആകുമ്പോൾ എന്തായിരിക്കും, ഒരേ സ്പീഡിലായിരിക്കും പോകുന്നത്, ലീനിയർ സ്പീഡിലായിരിക്കും പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ഇതിനെ കൺട്രോൾ ചെയ്യാം. ഐ വിൽ പ്ലേ വൺ ഹിയർ ആൻഡ് യു ക്യാൻ സി ഇവിടെ തുടങ്ങി അത് ജമ്പ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻഡിലേക്ക് വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് കേർവ്സ്. ഓക്കെ, യു ക്യാൻ ആഡ് ദിസ് കേർവ് ടു യുവർ അനിമേഷൻ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൽ പോയിട്ട് നമുക്ക് ഈ കേർവ് അനിമേഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദെൻ ഗോ ബാക്ക് ടു ദ ഹോം പേജ് ആൻഡ് വി ഹാവ് ദിസ് തിങ് ഹിയർ. ഹോമിൽ നമുക്കൊരു ഹോം പേജിൽ നമുക്കൊരു ട്വീൻ അനിമേഷൻ ബിൽഡർ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ട്, നമ്മളൊരു ട്വീൻ അനിമേഷൻ ബിൽഡർ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കേർവ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കേർവ് ആഡ് ചെയ്യാൻ വേണ്ടി ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി സ്ട്രൈറ്റ് ഫോർവേഡ്. യു ഹാവ് സംതിങ് കോൾഡ് കേർവ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇവിടെ വന്നിട്ട്, അതായത് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അനിമേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് കം ഹിയർ, യു ഹാവ് സം പ്രോപ്പർട്ടി കോൾഡ് കേർവ്. യു ക്യാൻ ഹാവ് ദാറ്റ് പ്രോപ്പർട്ടി ഹിയർ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, കേർവ് എന്നുള്ള പ്രോപ്പർട്ടി കോൾ ചെയ്യാണ്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രോം ദ കേർവ്സ് ക്ലാസ്. കേർവ്സ് ഡോട്ട് യു ഹാവ് ഡിഫറെൻറ്റ് കേർവ്സ്. സി ഐ നീഡ് ബൗൺസിങ് എഫക്റ്റ്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. അപ്പോൾ നമ്മൾ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അത് വരുമ്പോൾ ഇതൊരു ബൗൺസിങ് എഫക്റ്റിൽ വരും. പക്ഷെ എനിക്ക് വേണ്ടത് ഐ നീഡ് ആൻ ഏസ് ഇൻ ഏസ് ഔട്ട്, ഏസ് ഇൻ ഓർ ഏസ് ഇൻ എഫക്റ്റ്. ഓക്കെ, അത് സ്മൂത്തായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് വരണം. നമുക്കത് ചെറിയ ഡ്യൂറേഷനിൽ അത് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ദെൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്ലോ മിഡിൽ ഉണ്ട്. ഇത് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. റീബൂട്ട് ദിസ് തിങ്.
ദെൻ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മിഡിൽ വരുമ്പോൾ കണ്ടില്ലേ അതൊന്ന് സ്ലോ ആയിട്ടുണ്ടായിരിക്കും. ലെറ്റ് മീ ഷോ വൺസ് അഗൈൻ. ആക്ച്വലി നേരത്തെ സ്ട്രൈറ്റ് ആയിട്ടാണ് വന്നത്. നേരത്തെ താഴോട്ട് പതുക്കെ ഇറങ്ങിയപ്പോൾ കണ്ടോ മിഡിൽ വന്നപ്പോൾ ഒന്ന് സ്റ്റക്കായി എന്നിട്ട് താഴോട്ട് വന്നു. ഓക്കെ, ഐ നീഡ് ദിസ്, ഐ ഡോണ്ട് നീഡ് ദിസ് ഹിയർ, ഐ ജസ്റ്റ് നീഡ് ഏസ് ഇൻ ഹിയർ. ലെറ്റ് മീ റീബൂട്ട്. നമ്മളെ പഴയ സ്മൂത്ത് എഫക്റ്റാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഞാൻ റീബൂട്ട് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ഇംപ്ലിസിറ്റ് അനിമേഷനിലാണ് ഇംപ്ലിസിറ്റ് അനിമേഷനിലാണ് അപ്ലൈ ചെയ്തത്. ഇത് എക്സ്പ്ലിസിറ്റ് അനിമേഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഫേവറേറ്റ് വിഡ്ജറ്റിനകത്ത് എക്സ്പ്ലിസിറ്റ് അനിമേഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ അനിമേഷൻ ഒബ്ജക്റ്റ്, അനിമേഷൻ ദാറ്റ് ഷുഡ് ബി അണ്ടർസ്കോർ കർവ് എന്ന് പറഞ്ഞ അനിമേഷൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഹൗ ക്യാൻ യു ആഡ് ദിസ് ടു യുവർ അനിമേഷൻ? അതായത് നമ്മളുടെ കൺട്രോളർക്ക് അല്ലെങ്കിൽ നമ്മളിവിടെ എഴുതുന്ന എക്സ്പ്ലിസിറ്റ് അനിമേഷനിലേക്ക് എങ്ങനെയാണ് അത് ആഡ് ചെയ്യാൻ നോക്കാം. ഓൺ ലെറ്റ് മീ ക്രിയേറ്റ്, ആൻഡ് ബിഫോർ ദിസ് തിങ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് അണ്ടർസ്കോർ കർവ് ഈക്വൽ ടു, ആൻഡ് ദിസ് ഷുഡ് കമ്മിങ് ഫ്രം കർവ്ഡ് അനിമേഷൻ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അതിന് പാരന്റ് ഉണ്ട്. പാരന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മളിവിടുത്തെ പാരന്റ് ഈ കൺട്രോളറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു പാസ് ദാറ്റ് കൺട്രോളർ ഹിയർ. ദെൻ വാട്ട് ഈസ് എ കർവ് യു നീഡ്? ഓക്കെ, യു നീഡ് ടു പാസ് ദ കൺട്രോളർ ആൻഡ് വാട്ട് ഈസ് എ കർവ് യു നീഡ്. അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കർവ്സ് ക്ലാസ്സിൽ പോയിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ പിക്ക് എ കർവ് ഹിയർ. സോ ഐ നീഡ് സ്ലോ മിഡിൽ എന്ന് വേണം. ഓക്കെ, ആൻഡ് ലെറ്റ് മീ പുട്ട് എ സെമിക്കോളൻ ഹിയർ. ആൻഡ് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ എഴുതിയ ഈ ഡിഫറെൻറ്റ് അനിമേഷനിലേക്ക്, അല്ലെങ്കിൽ ഈ ഡിഫറെൻറ്റ് ടീൻ സീക്വൻസ് എഴുതിയിട്ടുണ്ട്, കളർ ടീൻ എഴുതിയിട്ടുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത്? ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. റൈറ്റ് നൗ നമ്മൾ പാസ് ചെയ്ത് കൺട്രോളറാണ്. നൗ യു ക്യാൻ റിമൂവ് ദിസ് ആൻഡ് പാസ് ദ കർവ്. ബിക്കോസ് ഈ കർവിനകത്ത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കർവിനകത്ത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, വി ആക്ച്വലി ഹാവ് ദിസ് തിങ് ഹിയർ. നമ്മൾ ആക്ച്വലി എന്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ, curved animation, actually we added this parent here. So അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബൈപ്പാസ് ചെയ്യൂടെ ഈ അനിമേറ്റ് കൺട്രോളറിലേക്ക് നമ്മൾ കോൾ ചെയ്തത് ആരെയാണ്, കർവിനെയാണ് കോൾ ചെയ്തത്. സോ ആൻഡ് വാട്ട് ഈസ് അനിമേഷൻ ഡൈനമിക് ടൈപ്പ്, അനിമേഷൻ ഡൈനമിക്, അനിമേഷൻ ഡബിൾ, curve animation. Okay, let me have this thing to be applied here, curve. And this is actually we actually defined this as animation underscore curve, and this should be, I think, type curve. Still that error. Okay, let me fix that. Actually, I haven't tried before. That's why errors are happening here. And don't worry, we'll fix it. Okay, so I have something called curve here. Then we are going to apply that curve, animate. Then you can have a curve, and that is animation dynamic can't be assigned to the parameter type animation double. Okay, that is a problem. Let's try to fix that. നമ്മളിവിടെ ചെയ്തത് അനിമേഷൻ ഡിക്ലെയർ ചെയ്തു, പക്ഷെ അതിൻ്റെ ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടില്ല. കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഡബിൾ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ആഡ് ദാറ്റ് കർവ് ടു, ആൻഡ് ദിസ് ഇസ് നോട്ട് എ ഡബിൾ തിങ്, ഇത് ഡബിൾ അല്ല. സോ ലെറ്റ് മീ ആഡ് ദാറ്റ് കൺട്രോളർ അഗെയിൻ. ഓക്കെ, ആൻഡ് അനിമേഷൻ കൺട്രോളർ. ഓക്കെ, ദെൻ ഇത് നമ്മളുടെ കർവ് ആണ്. ആൻഡ് കർവ് എന്ന് പറയുന്നത്, let me add a animate argument null check. Okay, that's not fixing the errors. Animation can't be assigned to the parameter type animation double. The argument type animation can't be assigned to the parameter type animation double. Okay. ഇവിടെ I just removed that null operator from here, and now you have that curve here, and the curve is actually curves dot slow middle on. And let's reboot this thing, and we can try what will be the output. Okay, now click here, and if I click here, and you can see it is slowing down in the middle. So if you want to see that, let me increase the size, time.
ഡ്യൂറേഷൻ ഞാൻ ഇൻക്രീസ് ചെയ്തു 1000 മില്ലി സെക്കൻഡ്സ് ആക്കി. ദെൻ ഒന്നുകൂടി റൺ ചെയ്തു. ക്ലിക്ക് ഹിയർ, നൗ കം ഹിയർ. ഇടയ്ക്ക് നടുവിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊന്ന് സ്ലോ ആവുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു അപ്ലൈ എ കർവ്സ് ടു ആൻ എക്സ്പ്ലിസിറ്റ് അനിമേഷൻ. I don't need this to be 1000, I just need 500. Okay, and let me reboot this thing. Okay, simple ആണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കളർ ടീൻ ഇതേപോലെ അനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? I think you need to have animation, a color curve here, color curve, and this is actually of type color. Okay, then come here and color എവിടെയാണ് നമ്മൾ അനിമേറ്റ് ചെയ്ത് നോക്കുക. കളർ ആക്ച്വലി അനിമേറ്റ് ചെയ്ത് എവിടെയാണ്? യു ക്യാൻ ഹാവ് ദാറ്റ് color curve here. This should be, what is the name of that? That is color curve underscore color curve. Copy that and you need to define that here, and this is color curve and controller ഒരു underscore മതി. Okay, and this is not curved animation, parent okay ആണ്, curves dot, why it is like that? Curved animation can't be animation color, curved animation, you can do that. Okay, let me remove that, I don't need that. Okay, we are getting an error, so you can apply that curves here, curve. Okay, and reboot this thing, then come here and click here. Now you can see it's slowing down in the middle. Okay, so how this is how you apply explicit animation, explicit curves in explicit animation. Okay, അപ്പോൾ നമ്മൾ curves എന്താന്ന് നോക്കി, എക്സ്പ്ലിസിറ്റ് അനിമേഷൻസ് എന്താന്ന് നോക്കി, ഇംപ്ലിസിറ്റ് അനിമേഷൻസ് നോക്കി, ഹീറോ അനിമേഷൻസ് നോക്കി. ഇനി നമുക്കിതിൽ നമ്മളുടെ ഈ ലിസ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു അനിമേറ്റ് ചെയ്ത് വരണം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതൊന്നുകൂടി അപ്പോൾ നമ്മളെ സ്ക്രീൻ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിപ്പോൾ എല്ലാം കൂടി നമ്മളിത് ലോഡ് ആകുമ്പോൾ ഇനീഷ്യലി എന്തുണ്ട്, എല്ലാ ഐറ്റംസും ഒന്നിച്ച് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്ന് പതുക്കെ വരണം. ഓക്കെ, സോ നമുക്കതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇനി വേണ്ടത് ഇതിൽ ഓരോ ലിസ്റ്റായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഈ പേജിലേക്ക് വരുന്നത് ഇപ്പോൾ ഇത് ഒന്നായിട്ട് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരണം, അതല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചൊന്ന് ലോഡ് ചെയ്ത് വരണം. അതായത് ഇനീഷ്യലി പേജ് ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കില്ല, പക്ഷേ ഒരു ചെറിയ അനിമേഷനോട് കൂടി വരണം. അപ്പോൾ ഞാൻ എൻ്റെ ഹോം പേജിൽ നിന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫംഗ്ഷൻ എഴുതി, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, വിഡ്ജറ്റ് ടൈപ്പിലുള്ള ആക്ടിവിറ്റീസ് ലിസ്റ്റ് എന്ന് വേണ്ടി. ദെൻ ആഡ് ആക്ടിവിറ്റി എന്ന് വേണ്ടൊരു മെത്തേഡ് എഴുതി. അതിനകത്ത് ആക്ടിവിറ്റീസ് കുറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ഓരോ ആക്ടിവിറ്റി എടുത്തിട്ട് ഒരു ഫോർ ഈച്ച് വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ ആക്ടിവിറ്റി ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ഞാൻ എൻ്റെ ലിസ്റ്റ് വ്യൂ ബിൽഡർ ഒന്ന് ജസ്റ്റ് മാറ്റി എഴുതിയിട്ടുണ്ട്. അതിനകത്തുള്ളത് ഇതിപ്പോൾ ഐറ്റം കൗണ്ട് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ലിസ്റ്റിൻ്റെ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി കണ്ടെയ്ൻസ് വിഡ്ജറ്റ്സ്. ദെൻ ആക്ടിവിറ്റീസ് ലിസ്റ്റ് റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും, ഈ ആക്ടിവിറ്റീസ് ലിസ്റ്റിൽ ഏത് കറണ്ട് ഇൻഡെക്സിലുള്ള ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് ഈ വിഡ്ജറ്റിനകത്ത് ഓരോരോ ബിൽഡ് ടൈൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു കാർഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. അതാണ് ഞാൻ ഇവിടെ പാസ് ചെയ്ത് കണ്ടില്ലേ. ഓക്കെ, ആൻഡ് ഐ വിൽ പ്രൊവൈഡ് യു ദ കോഡ് ആൻഡ് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് സ്ക്രീനിൽ ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തതാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടത് നമുക്കിതിനകത്തുനിന്ന് എന്ത് ചെയ്യണം, ഇത് സ്ക്രീനിലേക്ക് വരുന്ന അതൊന്ന് അനിമേറ്റ് ചെയ്യണം. സോ ലെറ്റ് മീ ക്രിയേറ്റ് something called a key. So I'm going to create a global key, and the type is animated state on animated list state. Okay, we're going to use animated list. So underscore list key equal to global key, and the type is that thing, animated list state. Okay, then come here and pass that key inside your list view. And ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ലിസ്റ്റ് വ്യൂ ബിൽഡർ അല്ല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ഹാവ് നമുക്ക് വേണ്ടത് അനിമേറ്റഡ് ലിസ്റ്റ് ആണ് വേണ്ടത്. സോ ലെറ്റ് മീ കട്ട് ദിസ് ഫ്രം ഹിയർ.
First of all, I'm going to give some commas here and let me format this thing. Okay, I don't need this thing. Okay, and ഇതിന് പകരം നമുക്ക് വേണ്ടത് animated list ആണ്. Okay, കുറച്ചേറെ പാരാമീറ്റേഴ്സ് ഉണ്ട് അതിന്. Animated ലിസ്റ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? I'm going to pass the key, that should be the list key. Then initial count എന്ന് പറയുന്നത് നമ്മളുടെ ആക്ടിവിറ്റീസ് ലിസ്റ്റിനകത്തുനിന്ന് അതിൻ്റെ ലെങ്ത്. ഓക്കെ, ദിസ് ഇസ് ദ ഇനീഷ്യൽ കൗണ്ട്. ദെൻ ഇനി നമുക്ക് വേണ്ടത് ഐറ്റം ബിൽഡർ ആണ്. ഐറ്റം ബിൽഡർ കോണ്ടെക്സ്റ്റ് അക്സെപ്റ്റ് ചെയ്യും, ദെൻ ഇൻഡെക്സ് അക്സെപ്റ്റ് ചെയ്യും നേരത്തെ പോലെ. ദെൻ ഇവിടെ ഒരു എക്സ്ട്രാ പാരാമീറ്റർ, ദാറ്റ് ഈസ് കോൾഡ് അനിമേഷൻ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ വി നീഡ് സംതിങ് കോൾഡ്, നമുക്ക് സ്ലൈഡ് ഇതാണ് വരേണ്ടത്. അപ്പോൾ സ്ലൈഡ് ട്രാൻസിഷനെ ഉപയോഗിക്കുകയാണ്, സ്ലൈഡ് ട്രാൻസിഷൻ. ഓക്കെ, ദെൻ സ്ലൈഡ് ട്രാൻസിഷന് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ദാറ്റ് മീൻസ് ദ പൊസിഷൻ. ആൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫ്സെറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു കാര്യം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ദാറ്റ് ഷുഡ് ബി ട്വീൻ ടൈപ്പിലുള്ള ഓഫ്സെറ്റ്. ട്വീൻ ആണ്. I'm going to create a tween offset. Type is offset, and I think this O is capital. Offset. Then give a name to that, underscore offset equal to tween. Okay. Then you can specify the beginning and the offset. It's not underscore offset, it is actually offset. Okay, ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എക്സ് പൊസിഷൻ ആൻഡ് വൈ പൊസിഷൻ ആണ്. അപ്പോൾ ഡി എക്സ് ഡി വൈ ആണ്. ഇവിടെ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒറിജിൻ. അപ്പോൾ നമുക്ക് ഐ നീഡ് ബിഗിൻ എന്ന് പറയുന്നത് അങ്ങേയറ്റത്ത്, അതായത് വിഡ്ത്ത് 1 എന്ന് പറഞ്ഞാൽ മാക്സിമം വിഡ്ത്ത് ആണ്. അപ്പോൾ അങ്ങേയറ്റത്തെത്തി. ദെൻ ഹൈറ്റ് 0 ആണ്, ദാറ്റ് മീൻസ് വൈ ആക്സിസ് 0 ആണ്. ദെൻ എൻഡ് എന്ന് പറയുന്നത് ഇങ്ങേയറ്റത്തേക്ക് വരണം. അപ്പോൾ ഞാൻ ഓഫ്സെറ്റ് പിന്നെയും കൊടുത്തു. ഇത് നേരെ തിരിച്ചു കൊടുക്കുക, 0,0,0. ഇങ്ങേറ്റെന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണല്ലോ, 0,0. ദെൻ പുട്ട് എ സെമിക്കോളൻ ഹിയർ. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഓഫ്സെറ്റ് ഇവിടെ പാസ് ചെയ്യണം, അനിമേഷൻ ഈ പൊസിഷൻ്റെ അവിടെ. സോ യു ക്യാൻ കോൾ ദ അനിമേഷൻ ആൻഡ് യു ഹാവ് എ മെത്തേഡ് കോൾഡ് ഡ്രൈവ്. ആൻഡ് നമ്മൾ ഇവിടെ ഇതിലേക്ക് എന്ത് ചെയ്യും? നമ്മളുടെ ഓഫ്സെറ്റ് പാസ് ചെയ്തു. ഓക്കെ, ദെൻ ദ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മളുടെ ആക്ടിവിറ്റീസ്, നേരത്തെ എഴുതിയില്ലേ, ആക്ടിവിറ്റീസ് ലിസ്റ്റിൻ്റെ ഒരു ഇൻഡെക്സിലുള്ള ആൾ. ഓക്കെ, ആൻഡ് പുട്ട് എ സെമിക്കോളൻ ഹിയർ. And let me reboot this thing. You're going to get an error here. I'll show you what is the error. And ഞാനത് ഒന്നുകൂടി റീബൂട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ദർ ഇസ് നോ എറർ. അനിമേറ്റഡ് ലിസ്റ്റ് ആണ്. ദെൻ കീ പാസ് ചെയ്തു, ദറ്റ് ഈസ് ഓക്കെ. ദെൻ ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് ദറ്റ് അനിമേഷൻ. നമുക്ക് അനിമേഷൻ വന്നിട്ടില്ല. അപ്പോൾ അനിമേഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യു നീഡ് ടു കോൾ ദാറ്റ് ആഡ് ട്രിപ്സ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളിത് അനിമേറ്റ് ചെയ്തിട്ടില്ല. അനിമേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ഐറ്റം ആഡ് ചെയ്യുമ്പോഴും ഈ പറയുന്ന അനിമേഷൻ ചെയ്യണമല്ലോ. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ കീയെ കോൾ ചെയ്യുക. ആൻഡ് ലിസ്റ്റ് കീ ഡോട്ട് കറണ്ട് സ്റ്റേറ്റ് ഡോട്ട് ഇൻസേർട്ട് ഐറ്റം എന്ന് കൊടുക്കുക. ആൻഡ് ദാറ്റ് ഷുഡ് ബി ആക്ടിവിറ്റീസ് ലിസ്റ്റ് ഡോട്ട് ലെങ്ത് -1 സെമിക്കോളൻ ഹിയർ. And I think this is nullable, and this is nullable. Okay, and let me reboot this thing. Now you got an error. And null check operator used on a null value. ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് ഓരോന്ന് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പേ ഈ ആഡ് നമ്മുടെ മെത്തേഡിൻ്റെ പേര് ആഡ് ആക്ടിവിറ്റി എന്നാണ്. നമ്മളിത് റൺ ചെയ്ത് ഈ ഒരു കാര്യങ്ങൾ അനിമേഷൻ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ ഈ ഒരു ട്രീ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് യു ഹാവ് സംതിങ് കോൾഡ്, മേ ബി നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്ന് അറിയില്ല, എന്നാലും ഞാനിവിടെ
I'll write that thing. And ഇവിടെ നമ്മൾ ആഡ് ആക്ടിവിറ്റിയെ കോൾ ചെയ്തു. ഈ ആഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ മതി. വിഡ്ജറ്റ്സ് ഫ്ലട്ടർ ബൈൻഡിങ്, no, widgets binding, not flutter binding. It's widgets binding dot instance dot post add post frame callback. Okay, then you can call your add trips here, not add trips, it's add activity. Okay, and you can have the underscore here. And let me reboot this again. Let's try what will be the output. Now you can see, let me reboot this thing. ഞാൻ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ജമ്പ് ചെയ്ത് വന്നുണ്ടോ, ഒന്നിച്ചാണ് വന്നത്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് വരാൻ പറ്റുമോ നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒന്നിച്ചെല്ലാം കൂടി മൂവ് ചെയ്ത് വരിക ചെയ്തത്, ഡിലേ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഓരോന്ന് വരുമോ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിലെ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് വരണം. അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇവിടെ നമ്മൾ ഈ ആഡ് ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാർഡും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ഡിലേ കൊടുക്കാൻ പറ്റണം. അതായത് ഒരു കാർഡ് ആഡ് ചെയ്തിട്ട് ഒരു ഡിലേ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, നമുക്ക് അടുത്ത കാർഡ് വരാൻ വേണ്ടി. അപ്പോൾ അതിൽ നമുക്ക് ഫ്ലട്ടറിലെ ഫ്യൂച്ചർ ഉപയോഗിച്ച് ഇത് നിങ്ങൾക്ക് ചെയ്യാം. അതായത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കുക. ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ ഫ്യൂച്ചർ ഹിയർ. ഫ്യൂച്ചർ, okay, future, let me call this as some ft, then you can call a future. Okay, and okay, this is a future, put a semicolon, and inside this thing I'm going to call ft equal to ft dot then the future കൊടുത്തു, then dot then. Okay, then you can return another future. Change ചെയ്താണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, you can call future dot delayed. Okay, you can pass a duration, and that is seconds. No, I need let me have milliseconds ഒരു 150 milliseconds വേണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ 150 millisecond ഡിലേ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, we need to have this thing. Okay, and let me format this thing. Okay, you have a future, then and we are chaining that future with a delayed, future dot delayed. And let me reboot this thing. Okay, now you can see items are coming with a small delay. Okay, then you can let me increase this to a 500 milliseconds to visualize that. Okay, and I think you can visualize that thing. Okay, save that. Now your first item, second item, third item, and fourth item. Okay, and this is how you have that items loaded separately. And എഴുതിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓഫ്സെറ്റ് കൊടുത്തിട്ടുണ്ട്, ദെൻ അനിമേഷൻ ഡോട്ട് ഡ്രൈവ് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നോക്കി. ആൻഡ് ട്രൈ ടു create this project, then you will get a better understanding of what are the different ways you can animate. I haven't covered everything about animation. You have a lot of animated version of widgets we haven't covered. You can go to the official documentation, then I think you can go to the official documentation and check what are the different widgets, available widgets. Okay, let me take my Google Chrome window. Okay, then go to here, then you can have animations here. അനിമേഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കും, അനിമേഷൻ ലൈബ്രറി ഉണ്ടായിരിക്കും, അനിമേറ്റഡ് വിഡ്ജറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ആകെ അനിമേറ്റഡ് കണ്ടെയ്നർ നോക്കി, ദെൻ അനിമേറ്റഡ് വിഡ്ജറ്റ്സ് കുറേ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലെറ്റ്സ് ടൈപ്പ് അനിമേറ്റഡ് വിഡ്ജറ്റ്സ് ഇൻ ഫ്ലട്ടർ. ഓക്കെ, ദെൻ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് animated version of widgets ഉണ്ടല്ലേ. നമ്മൾ animated align ഉണ്ട്, animated builder, animated container. This is what we used, animated container. Then കുറേ widgets ഉണ്ട്, and you can read the documentation. And this is a starting point to learn animations in Flutter. I have covered
lot of things. I hope you understand what I am saying. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്, ആൻഡ് ദോസ് ഹു ആർ നോട്ട് സബ്സ്ക്രൈബ്, പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. Okay, and I'll come up with a new video. Anyway, thank you for watching, and expecting your support and comments, likes, shares, okay, and obviously subscription. Thank you for watching. See you soon.